പകൽക്കാലത്തെ നമ്മുടെ വേദവിചിന്തനത്തിനായി വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്കെല്ലാവർക്കും സുപരിതമായൊരു വാക്യം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 1-ാം വാക്യം. 2 Corinthians chapter 6 verse 1. 2 കൊരിന്തി 6:1. ആരെങ്കിലും ഒരാൾ ശബ്ദമത്തി വായിച്ചു. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുതെന്ന് സഹപ്രവർത്തിക്കാരായി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കും. നമ്മുടെ കണ്ണുകൾ നമുക്ക് ദിവസം അടയ്ക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഒരു മനോഹര പകൽക്കാല ഈ ഭൂമി ഞങ്ങൾക്ക് നൽകുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. അതിനേക്കാളുപരി ജീവനുള്ള സത്യദൈവത്തെ ആരാധിപ്പാൻ, ഞങ്ങളുടെ ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഒരു നല്ല വിശുദ്ധ പകൽക്കാലം ഞങ്ങൾക്ക് നൽകുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വലിയ റിബത്തിന് കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കൂടെ അധ്വാനിക്കുന്ന എല്ലാ ശ്രേഷ്ഠരായ അങ്ങയുടെ ജനത്തിനായി സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന വിലപ്പെട്ട ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, എളിവിനെ ദൈവകരങ്ങളിൽ താഴ്ത്തുന്നു. ഇന്ന് പകൽക്കാലം അങ്ങയുടെ ജനത്തിൻ്റെ മധ്യം നിൽക്കുമ്പോൾ തുറക്കപ്പെട്ട സ്വർഗത്തിൻ കീഴിൽ ഞങ്ങളെ ഇരുത്തണമേ. വിധിക്കപ്പെട്ട ദൈവിക ശക്തിയുടെ കീഴിൽ ഞങ്ങളെ ഇരുത്തണമേ. എളിവനെ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ മറയ്ക്കണമേ. യേശുവിൻ്റെ നിയമ രക്തത്തിൻ്റെ മറവ് ഞങ്ങളെ മറച്ച് യേശുവിൻ്റെ രക്തത്താലുള്ള വിടുതലുകളും സൗഖ്യങ്ങളും ആശ്വാസങ്ങളും ബലവും ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആ ഡെലിവറൻസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താലുള്ള ഹീലിങ്ങിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതൊക്കെ സ്വർഗം ഇന്ന് പകൽക്കാലം ദൈവമഹത്വത്തോടെ ഞങ്ങളുടെ മധ്യം ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. ദൈവപുത്രനെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥന കേട്ടല്ലോ, യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മുടെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസ്ഥലായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ഒരു ദാസൻ പാസ്റ്റർ ജോബിൻ എലീഷ, തൻ്റെ കുടുംബം, ഇവിടെയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഇവിടെയായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഈ പകൽക്കാലം ഞങ്ങൾക്ക് കുടുംബമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ മുഖാന്തരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഞാൻ അപരിതനാണെങ്കിലും ഈ സഭയ്ക്ക് ഞാൻ അപരിതനല്ല. ഈ സഭയുടെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ ഈ സഭയെ കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അന്ന് മുതലുള്ള ആത്മീയബന്ധം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോബിനുമായിട്ടുണ്ട്. സ്തോത്രം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇതിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ ഈ കഴക്കൂട്ടത്തെ ഒരു കൊച്ചു മുറിക്കകത്ത് നടന്ന ഉപവാസം, അന്ന് എനിക്ക് തോന്നുന്നത് ഞങ്ങളെല്ലാം കൂടെ ചേർന്നൊരു 10-12 പേരേ ഉള്ളൂ. ആ 10-12 പേര് മാത്രമുള്ള ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് കേൾപ്പിച്ച ദിവ്യ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണങ്ങൾ ഇന്ന് ഈ സഭയിൽ കാണാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് ദൈവസഭയെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോബിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ മാസം തന്നെ 1-2 തീയതികളിൽ ഞങ്ങൾ ന്യൂയോർക്കിൽ റോക്ക്ലാൻഡ് ചർച്ച് ഞങ്ങൾ ഒന്നിച്ച് ശുശ്രൂഷിച്ചു. ഒന്നിച്ച് അവിടെ കൂട്ടായ്മ ആചരിച്ചിട്ട് ഞാൻ മുമ്പിൽ പോകുന്നു. കർത്താവിൻ്റെ ദാസൻ അവിടുത്തെ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് പിന്നാലെ വന്നു. കർത്താവിൻ്റെ ദാസൻ അതിനുശേഷം എന്നെ വിളിച്ചാണ് ഇന്നത്തെ മീറ്റിംഗ് ഉറപ്പിക്കാനിടയായത്. കർത്താവ് ദൈവസഭയെ ദൈവദാസനെയൊക്കെ ആദരിക്കുന്ന എല്ലാ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്ത് മുകളിലൊന്നും പറഞ്ഞ് നമ്മുടെ സമയം കളയുന്നില്ല. നമുക്ക് വളരെ വിലപ്പെട്ട സമയമാണ്. എൻ്റെ മുമ്പിൽ ഭൂരിപക്ഷം പേര് യൂത്താണ്, കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് ശാന്തമായി ഒരു വചനം ചിന്തിച്ച് ഇവിടെ വന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു ദൂത് കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൂതിന് പിന്നിൽ മറഞ്ഞു കിടക്കുന്ന ഡെലിവറൻസിനെ നമുക്ക് പ്രാപിക്കണം. അപ്പോൾ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ഈ ദേശത്തെ ദൈവസഭയ്ക്ക് വേണ്ടി ഒരു ദൂത് ഏൽപ്പിച്ചു. അതും കൂടെ എനിക്ക് അവസാനം ഒന്ന് തൊട്ട് ആത്മമണ്ഡലത്തിൽ ആ വിടുതൽ ഒന്ന് പ്രാപിച്ചു വേണം നമുക്ക് ആത്മാവിൽ കടന്നു പോകാൻ. ആഗ്രഹിക്കുന്നവരൊക്കെ കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇനി നിങ്ങളെല്ലാവരും ആ വാക്യം ഒന്നുകൂടെ നോക്കിയാട്ടെ. ആ വാക്യം 2 കൊരിന്തി 6:1 വാക്യം പെട്ടെന്ന്. മതി. ഇനി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇനി ആ വാക്യം വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ബൈബിൾ അടച്ചാട്ടെ. ഈ സന്ദേശത്തിൻ്റെ അവസാന ഒരു വാക്യം കൂടെ ഞാനൊന്ന് വായിപ്പിക്കും അവസാന സമയത്ത്. അത് നമുക്ക് വേണ്ടി ഒരു വിടുതലാണ്. ഇതിനോട് കണക്ട് ചെയ്തൊരു വിടുതലിൻ്റെ വാക്കാണ്. അത് പിന്നെ നമുക്ക് വരാം. ഈ വാക്യത്തിൽ നിന്ന് മാത്രം ചില ചിന്തകൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ആ വാക്ക് കണ്ട അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമായി തീരരുതെന്ന് സഹപ്രവർത്തിക്കാരായി ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നു? പ്രബോധിപ്പിക്കുന്നു.
കുഞ്ഞുങ്ങൾക്കൂടെ മനസ്സിലാകാൻ ആദ്യം അല്പശാന്തമായൊരു വചന പഠനത്തിൽ കൂടെ വന്ന് നമുക്ക് ആത്മീയദൂതിലേക്ക് വരാം. ഇപ്പോൾ പൗലോസ് ഇവിടെ പറയുന്നത് തന്നെ കൊരിന്ത്യ സഭയോട് പറഞ്ഞ വാക്കെന്നാണ്. നമുക്ക് ഒന്ന് രണ്ട് കാര്യം അതിനകത്തുനിന്ന് തന്നെ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. കൊരിന്ത്യ സഭ ദൈവകൃപ ലഭിച്ച സഭയാണ്, അല്ലേ? അതുകൊണ്ടല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ. അപ്പോൾ എന്തോ ലഭിച്ചു? ഉറക്കെ പറ. സഭയ്ക്ക് എന്തോ ലഭിച്ചു? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ. പൗലോസിന് നല്ല ഗ്യാരണ്ടിയാണ് കൊരിന്ത്യ സഭയ്ക്ക് എന്തോ ലഭിച്ചു? ദൈവകൃപ ലഭിച്ചു. ഈ കൃപ ലഭിച്ച സഭയോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ദൈവകൃപ നൽകിയത് വ്യർത്ഥമാകാനല്ല. ദൈവം നമുക്ക് നൽകിയതൊന്നും എന്താകാനല്ല, വ്യർത്ഥമാകാനായി ദൈവം നമുക്കൊന്നും തന്നിട്ടില്ല. അപ്പോൾ ദൈവം നമുക്ക് തന്നതൊന്നും വ്യർത്ഥമാകത്തില്ലെങ്കിൽ ദൈവകൃപയും എന്താകത്തില്ല, വ്യർത്ഥമാകാൻ തന്നതല്ല. പക്ഷെ നമുക്കതിനെ വ്യർത്ഥമാക്കാം. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്കതിനെ എന്ത് ചെയ്യാം? വ്യർത്ഥമാക്കാം. അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന വ്യർത്ഥമാക്കാൻ വേണ്ടി പൗലോസ് പറഞ്ഞതല്ല, വ്യർത്ഥമാക്കാതിരിക്കാൻ പൗലോസ് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ എന്താകരുത്? വ്യർത്ഥമാകരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് ലഭിച്ച ദൈവകൃപ എന്താക്കാം? പറ. ശതം നമ്മൾ ബേസിട്ട് കയറുകയാണ് വചനത്തിലേക്ക്. നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമാകാൻ വേണ്ടി ദൈവം തന്നതല്ല. നമ്മൾ പിന്നെന്താ ഈ വിഷയമൊക്കെ നമുക്കൊന്ന് അല്പം ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമാകാൻ ദൈവം തന്നതല്ല. പക്ഷെ നിങ്ങൾക്ക് എന്താക്കാം? വ്യർത്ഥമാക്കാം. പക്ഷെ എന്താക്കരുത്? വ്യർത്ഥമാക്കരുത്. ഇതൊരു പ്രബോധനമാണ്, ഇതൊരു ഉപദേശമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമെന്ന് പറയുന്നത്, അങ്ങനെയൊക്കെ നമുക്കൊന്ന് പഠിക്കണമല്ലോ എന്താ ഈ ദൈവകൃപ എന്നുള്ളത്, അല്ലേ? പക്ഷെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് ഗ്രേസ് ഓഫ് ഗോഡ്. കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ സൺഡേ സ്കൂളിനും ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ്. സൺഡേ സ്കൂളിൻ്റെ ടാലൻറ്റ് പരിശോധനയ്ക്കും നമ്മുടെ യൂത്തിൻ്റെ ടാലൻറ്റ് പരിശോധനയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കുന്നൊരു സിമ്പിൾ ടോപ്പിക്കാണ് എന്ത്? ദൈവകൃപ, അല്ലേ? ഗ്രേസ് ഓഫ് ഗോഡ് എന്ന വാക്ക് നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം തന്നെയാണ് ഞാനും ഇന്ന് രാവിലെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആരും ഉറങ്ങരുത്. നമ്മൾ ചിന്തിച്ചതിന് വ്യത്യസ്തമായ ഒരു ദൂത ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കാനുള്ളത്. വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ എന്താകരുത്? വ്യർത്ഥമാക്കരുത്. എത്ര പേര് ഈ പ്രാരംഭ നിമിഷം തന്നെ ആഗ്രഹിക്കുന്നു, സ്വർഗമേ ഈ ഭൂമിയുടെ വരപ്പിൽ എൻ്റെ മേൽ നീ പകർന്ന ദൈവകൃപ അത് ഏത് അളവിലുള്ളതാണെങ്കിലും അതൊരിക്കലും വ്യർത്ഥമായി പോകാനിടയാകരുത്. എത്ര പേർക്കൊന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, കർത്താവേ ഇന്നത്തെ സന്ദേശം ദൈവകൃപയുടെ വ്യർത്ഥത എന്ന വിഷയത്തെക്കുറിച്ചാണ്. എനിക്ക് ലഭിച്ച കൃപ സ്വരം. അപ്പോൾ ഒരു വാക്ക് ഞാൻ കയറി പറയാൻ, നിങ്ങൾക്ക് സ്തോത്രം പറയാൻ. ഇന്നിവിടെ ഞാൻ നിൽക്കുന്ന ദൈവകൃപ, പിന്നെ നമ്മൾ അതിലേക്കൊക്കെ വരും. ഇവിടെ നിൽക്കുന്ന ദൈവകൃപയാ, ഈ ശബ്ദിക്കുന്ന ദൈവകൃപയാ. സ്തോത്രം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ദൈവകൃപയാ, ഒരു സ്തോത്രം പാടിയ ദൈവകൃപയാ, ഇവിടെ കൈയടിച്ച ദൈവകൃപയാ, നമുക്ക് ലഭിച്ച കുഞ്ഞുങ്ങൾ ദൈവകൃപയാ, നമുക്ക് ലഭിച്ച മാതാപിതാക്കൾ ദൈവകൃപയാ, നമുക്ക് ലഭിച്ച ഈ സഭ ദൈവകൃപയാ, നമുക്ക് ലഭിച്ച അഭിഷക്തൻ ദൈവകൃപയാ, നമുക്ക് ലഭിച്ച കൃപകൾ ദൈവകൃപയാ, നമുക്ക് ലഭിച്ച ആരാധനാ മേഖല അത് ദൈവകൃപയാ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കൊയർ അത് ദൈവകൃപയാ. ഇതൊക്കെ വ്യർത്ഥമാക്കാനല്ല, ഇത് വ്യർത്ഥമാകാതിരിക്കാനാ. ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? സാധാ ഞാൻ സാധാരണ ടോപ്പിക്ക് തന്നെ നിന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന, പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ചിലരോടായി പ്രവചനാത്മാവിലൊരു വാക്ക് പറയാൻ ദൈവാത്മാവെന്നെ നിർബന്ധിക്കുന്നു. അതൊന്ന് കയറി പറയുന്നു, പിന്നെ നമ്മൾ അതിലേക്ക് വരും. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മോശ ഇവിടെ കരത്തിൽ ദൈവം കൊടുത്തത് ഒരുണങ്ങിയ വടിയ, അല്ലേ? അല്ലെങ്കിൽ അതുവരെ ആടുകളെ അടിച്ചുകൊണ്ട് നടന്ന, തെളിയിച്ചുകൊണ്ട് നടന്ന ഒരു ഉണങ്ങിയ വടി കൊടുത്തിട്ട് പറഞ്ഞു, നീ പിടിച്ചടക്കാൻ പോകുന്നത് ശ്രോത്രം അന്തരീക്ഷം മാറുന്നത് പ്രാരംഭ നിമിഷം ഞാൻ അറിയുന്നു. ശ്രോത്രം പ്രാപിച്ചെടുക്കുന്നവർക്കായി സ്തോത്രം. ശ്രദ്ധിക്കണേ, ഞാൻ ദൈവകൃപയുടെ ഡെഫിനിഷനൊക്കെ പറഞ്ഞേച്ച് കയറാൻ ആഗ്രഹിക്കുന്ന, പക്ഷേ വരാം, നമുക്കതിലേക്ക് വരാം. അപ്പോൾ മോശയ്ക്ക് ഒരു ഉണങ്ങിയ വടിയാണ് കൊടുത്തത്. ഈ ഉണങ്ങിയ വടി കൊടുത്തത് ഒരു കുറുനരിയെ ഓടിക്കാനല്ല, ഒരു ചെന്നായെ ഓടിക്കാനല്ല. ആണോ? അല്ലല്ല. ഒരു ഉണങ്ങിയ വടി കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ പോകുന്നത് അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമാകുന്ന മിസ്രൈമിനെ, ഈജിപ്ഷ്യൻ ക്യാപ്റ്റിവിറ്റി കിടക്കുന്ന ഏകദേശം 30 ലക്ഷം ജനത്തെ വിടുവിക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നവരൊക്കെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അന്ന് മോശ പോയത് ഒരുണങ്ങിയ വടി കൊണ്ട്, നല്ലൊരു ചവിട്ട് കൊടുത്താൽ ഒടിഞ്ഞു പോകുന്ന ഒരു വടിയും കൊണ്ട് മോശ പോയത് സ്വന്തം അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം, ഇന്നത്തെ അമേരിക്ക എന്നൊക്കെ പറയുന്നത് പോലെയാ. BC 1500 മിസ്രൈം എന്ന് പറയുന്നത് അവരുടെ 600 ഇരുമ്പ് രഥങ്ങളുടെ കണക്ക് തന്നെ ബൈബിളുണ്ടല്ലോ. അത്ര ശക്തമായ ഒരു സാമ്രാജ്യത്തിലേക്ക്, അത്ര ഈടുറ്റൊരു സാമ്രാജ്യത്തിലേക്ക് ഒരാളിനെ മോട്ടിച്ചോണ്ട് വരാനല്ല,
ഒരാടിനെ മോട്ടിച്ചുകൊണ്ട് വരാനല്ല, അവന്റെ ബന്ധനത്തിൽ കിടക്കുന്ന ഏകദേശം 30 ലക്ഷം ജനത്തെ വിടുവിച്ചെടുക്കാൻ ഒരു കൃപയുടെ വടി കൊണ്ട് കഴിഞ്ഞെങ്കിൽ എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും? സ്തോത്രം. ഒരു കൃപയുടെ വടി കൊണ്ട് കഴിഞ്ഞെങ്കിൽ, ഒരണങ്ങിയ വടിയിൽ കൃപ വ്യാപരിച്ചപ്പോ അത്രത്തോളം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് ദൈവാത്മാവ് ശെൽഡോട് ഇടപെടുന്നത് നിനക്ക് ലഭിച്ചൊരു സ്തോത്രം ആ വടിയേക്കാൾ പവർ, നിനക്ക് ലഭിച്ചൊരു ആരാധന അത് ആ വടിയേക്കാൾ പവർ. ആ കൃപയുടെ വടി കൊണ്ട് നിനക്ക് വിരോധമായ ചില ഇരുട്ടിന്റെ ആഴങ്ങളെ ആത്മാവിൽ ജയിച്ചു കയറാൻ ഉടമന സന്ധരാധരാധരാധര ആത്മാവിനൊന്ന് പ്രാപിച്ചോ. യെസ്, ദൈവാത്മാവ് ഇടപെടുന്ന ആരൊക്കെയോ ഈ രാവിലെ ക്ലെയിം ചെയ്യുന്നല്ലോ. അല്ല, അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ആത്മാവിൽ. യെസ് 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 നിനക്കൊരു സ്തോത്രം പറയാനാണോ കൃപ? സ്തോത്രം പറഞ്ഞാ മതി. പ്രാർത്ഥിക്കാനാണോ കൃപ? അത് പ്രാർത്ഥിച്ചാ മതി. യെസ് 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 ദൈവാത്മാവിന്റെ പ്രവൃത്തിയുടെ മണ്ഡലം. ദൈവവൈതലെ ശാസ്ത്രം നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ മടങ്ങി വന്ന് കയറാൻ പോവുക. വചന പഠനത്തിൽ കുഞ്ഞുങ്ങൾ കൂടെ ചിന്തിക്കാൻ വേണ്ടി, അവരും അറിയാൻ വേണ്ടി. എങ്കിലും ഒരു ദൂത് പറഞ്ഞിട്ട് എൻ്റെ വിഷയത്തിലേക്ക് കയറി വരാൻ നിങ്ങളൊന്ന് ബലപ്പെട്ടിരിക്കാൻ. ഒരു ഉണങ്ങിയ വടിക്കകത്ത് കൃപ വ്യാപരിച്ചപ്പോൾ അത് സാമ്രാജ്യങ്ങളെ തകിടം മറിച്ചെങ്കിൽ, സ്തോത്രം, ആ ഉണങ്ങിയ വടിക്കകത്ത് കൃപ വ്യാപരിച്ചപ്പോൾ അത് ചെങ്കടലിനെ രണ്ടാക്കിയെങ്കിൽ അതിനേക്കാൾ വലിയൊരു പദമാ, അല്ലെങ്കിൽ എത്രയോ വലുതാ ഒരു സ്തോത്രം. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഉണങ്ങിയ വടിക്കകത്തൊരു കൃപ വ്യാപരിച്ചെങ്കിൽ, അത്രത്തോളം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഒരു സ്തോത്രത്തിൽ കൃപ വ്യാപരിച്ചാൽ ആ ആരാധനാ തലത്തിൽ യെസ് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ചില ചെങ്കടലുകള് ഇന്ന് രാവിലെ സ്വർഗം വഴിമാറ്റാൻ പോകുക. ഉടമര സന്ധരാധരാധരാധര ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് കൃപ എന്ന വിഷയത്തിലേക്ക് നമ്മൾ കയറുക. എങ്കിലും ഒരു വാക്കൂടെ ചേർത്ത് പറയാം. ഇതിനകത്തൊക്കെ ആരൊക്കെയോ ഇരിക്കുന്ന നാളുകളായി കിടന്ന് ചാടുന്നുണ്ട്, മുമ്പോട്ട് പോകാൻ നോക്കുന്നുണ്ട്, നിനക്ക് കഴിയാതെ എവിടൊക്കെയോ സ്റ്റക്കായി വെച്ചിരിക്കുന്നെങ്കിൽ, അതൊരു മതിലാകട്ടെ, ചെങ്കടലാകട്ടെ, വൈതരണിയാകട്ടെ, വെല്ലുവിളിയാകട്ടെ, നിന്നെ മുമ്പോട്ട് വിടത്തില്ലെന്ന് പറയുന്ന ഇരുട്ടിൻ്റെ വാക്കാകട്ടെ, ചില അതരങ്ങളിൽ നിന്ന് വന്ന ശബ്ദമാകട്ടെ, ഇന്ന് രാവിലെ സ്തോത്രം കൊണ്ട്, ആ സ്തോത്രത്തിനകത്ത് വ്യാപരിക്കുന്ന കൃപ കൊണ്ട് അതിനെ ഭേദിച്ച് അടുത്ത മേഖലയിലേക്ക്, അടുത്ത തലത്തിലേക്ക്, അടുത്ത അറ്റ്മോസ്ഫിയറിലേക്ക് ആത്മാവിൽ കയറുമെന്ന് ഉടവന സന്ധരാധരാധിര വൽപ്പവാദഘടകനഘട റിക്കമാമമമ്മൽക്കടാരഘടകൻ റിവപ്പവപ്പവാദഘടകനഘടകൻ റിക്കമാരഘടകൽക്കനത്തരാധര ഉടയട്ട ചിലത്. യെസ് 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 അല്ല, വചനമകത്ത് കത്തുന്നവനായി കൃപയുടെ വ്യാപാരത്താൽ ചിലതൊക്കെ ഉടഞ്ഞു മാറട്ടെ. ൂടംബൽപ്പം വൈഡം വരവം ധരവം ധരവം ധരവം. ശ്രദ്ധിക്കണേ. അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ ഓടി വരാം. അപ്പം ഇത് ഇത്ര പവറാണ് ഈ കൃപയ്ക്ക്. അതായി പറഞ്ഞു വരുന്നത്, നിങ്ങളൊന്ന് ബലപ്പെടാൻ വേണ്ടി. അതുകൊണ്ട് വചനം ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത്ര പവറാണ്. ഒരു ഉണങ്ങിയ വടി കൃപ വ്യാപരിച്ചപ്പോൾ അത്രത്തോളം സംഭവിച്ചെങ്കിൽ, നമ്മുടെ മേൽ പകർന്ന കൃപയുടെ അത്യന്ത ധനം എന്താണെന്ന് ഇന്ന് രാവിലെ നമ്മൾ ആത്മാവിലും തിരിച്ചറിയണം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ എന്താകരുത്, വ്യർത്ഥമാകരുത്. നമ്മുടെ ആരാധന നമ്മുടെ ഉള്ളിൽ കിടക്കട്ടെ. നമുക്ക് അവസാനം നമുക്കത് ആരാധിച്ച് ബലപ്പെടാം. അല്പസമയം നമ്മൾ വചനത്തിലേക്ക് കയറുക. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് അറിയേണ്ടത് കൃപയുടെ വ്യർത്ഥത എന്നൊരു വിഷയമാണ്. കൃപയുടെ വ്യർത്ഥത. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു, ദൈവസന്നിധി ജാമ്യം എടുക്കുന്നു. അത് വ്യർത്ഥമാകാനല്ല, വ്യർത്ഥമാക്കാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കഴക്കൂട്ടത്തിൽ ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക അല്ലേ. സ്തോത്രം. അവിടെ ചിലടത്തൊക്കെ ഇപ്പോൾ സൈൻ ബോർഡൊക്കെ മാറ്റി. നേരത്തെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സൈൻ ബോർഡ് നമ്മൾ ഈ വരുമ്പോൾ കണിയാപുരത്തും എല്ലാം എന്തുണ്ടായിരുന്നു, അല്ലെ ഈ സൈൻ ബോർഡ് ഉണ്ടായിരുന്നു അല്ലേ. ഈ സൈൻ ബോർഡ് വെച്ചിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ ടേക്ക് ഡൈവേർഷൻ എന്ന് കാണിക്കാറുണ്ട് അല്ലേ. ടേക്ക് ഡൈവേർഷൻ. ഈ ഡൈവേർഷൻ കാണിക്കാൻ നേരെ പോകുന്നവനൊക്കെ ചെന്ന് കുഴി ചാടും. ഈ സൈൻ ബോർഡ് വെച്ചത് കുഴി ചാടാനല്ല, ചാടാതെ
ഇരിക്കാനാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കുഴി ചാടാതിരിക്കാൻ വേണ്ടിയാ. പെട്ടെന്ന് നമ്മുടെ കണ്ടംപററി നമ്മുടെ ചുറ്റുപാട് പറയുമ്പോൾ മനസ്സിലാകും. ഇവിടെ വെച്ച സൈൻ ബോർഡ് നമ്മൾ ബൈക്ക് ഓടിച്ചത് കുഴി ചാടാനല്ല, ടേക്ക് ഡൈവേർഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡൈവേർഷൻ എടുത്താൽ കുഴി ചാടത്തില്ലെന്നാ. അങ്ങനെങ്കിൽ പൗലോസ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ എന്താകരുത്? വ്യർത്ഥമാകരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് കൃപയുടെ വ്യർത്ഥത എന്ന വിഷയമാണ്. ആ കൃപയുടെ വ്യർത്ഥത എന്ന വിഷയം ചിന്തിക്കുന്നത് കൃപ വ്യർത്ഥമാക്കാനല്ല, കൃപ വ്യർത്ഥമാകാതിരിക്കാനാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങ് പറയാൻ പറ്റുമോ കൃപയുടെ? നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണേ. നമുക്ക് ഓടിയെത്തണം. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. ഓടിയെത്തിയൊന്ന് ആരാധിച്ചു വേണം നിൽക്കാൻ. സ്വരം ഞാൻ പറഞ്ഞല്ലോ, അവസാനം നിങ്ങൾക്ക് വേണ്ട ഒരു വിടുതൽ ഇതിനകത്തുണ്ട്. അത് മാത്രമല്ല, ഇതിനോട് ചേർത്ത് ദൈവസഭയ്ക്ക് കൈമാറാൻ ഒരു വചന വെളിപ്പാടും കൂടെ കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വിഷയത്തെ നമുക്കൊന്ന് ആത്മാവിക്കളയും ചെയ്യണം. സ്വരം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കട്ടെ. അപ്പോൾ നമുക്കറിയേണ്ടത് കൃപയുടെ വ്യർത്ഥതയാണ്. പെട്ടെന്ന് കൃപയുടെ വ്യർത്ഥത നമുക്കറിയാൻ പറ്റില്ല. കൃപയുടെ വ്യർത്ഥത അറിയണമെങ്കിൽ അതിനു മുമ്പ് കൃപയുടെ വ്യത്യസ്തത നമ്മൾ അറിയണം. പിടിയിട്ടില്ല, അല്പം ഗ്രഹിക്കാൻ പാടാ. നമുക്ക് അറിയേണ്ടത് എന്താണ്? കൃപയുടെ വ്യർത്ഥതയാണ്. കൃപയുടെ വ്യർത്ഥത പറയുന്നതിന് മുമ്പ് നമ്മൾ കൃപയുടെ വ്യത്യസ്തത പറയാതെ കൃപയുടെ വ്യർത്ഥത പറയാൻ പറ്റില്ല. എല്ലാവർക്കും മനസ്സിലാകാൻ ഇപ്പോൾ ഒരു വാക്ക് പറയാം. വേദപുസ്തകത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം തൊട്ട് കാണുന്നൊരു വാക്കാണെന്ത്? പറ. ദൈവകൃപ. ദൈവകൃപ. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവകൃപ അല്ലേ? ഉൽപ്പത്തിയിൽ ആദ്യം നമ്മൾ കാണുന്ന കാര്യമെന്ന് പറയുന്നത് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന വാക്ക് തൊട്ടാണ് തുടങ്ങുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അവിടെ തൊട്ട കൃപയുടെ ആരംഭം വെളിപ്പെടുന്നത്. ഇതെവിടെ വരെ വരുന്നതെന്ന് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകം വരെ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവകൃപ കൃപ കൃപ കൃപയെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം കൃപയുടെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ പറയുന്ന കൃപ അതൊരു കൃപയല്ല. എല്ലാം എന്തല്ല? ദൈവകൃപയാണെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു കൃപ അല്ല. ഈ കൃപയ്ക്ക് 5 വ്യത്യസ്ത മേഖലകളുണ്ട്. അതായത് വേദപുസ്തകത്തിൽ ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ 5 ടൈപ്സാ. എത്രയാണ്? 5 തലം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എത്ര കൃപയുണ്ട്? വേദപുസ്തകം പറഞ്ഞ എല്ലാ കൃപയും ഒരു കൃപയല്ല. ആ കൃപ 5 തലത്തിലെ കൃപയാണ്. അപ്പം നമുക്ക് ഇതൊന്നറിയണം. അപ്പം വ്യർത്ഥത അറിയണമെങ്കിൽ അതിനു മുമ്പ് നമുക്ക് വ്യത്യസ്തത എന്ത് ചെയ്യണം? നിങ്ങൾ എഡ്യൂക്കേറ്റഡായിട്ടുള്ള പല പ്രിയപ്പെട്ടവരുമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഈ വാക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകത്തില്ലെങ്കിൽ പ്രായമുള്ളവർക്ക് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് വ്യർത്ഥതയ്ക്ക് മുമ്പ് അതിന് മുമ്പ് എന്ത് ചെയ്യണം? വ്യത്യസ്തത അറിയണം. വ്യത്യസ്തത അറിയണമെങ്കിൽ പിന്നെ കൃപ എന്നാണെന്നറിയണ്ടേ? ഈ കൃപ അറിയാതെ കൃപയുടെ വ്യത്യസ്തത ഇന്ന് പാസ്റ്റ് വിടുമെന്ന് തോന്നുന്നില്ല. ഇല്ല, കൃത്യസമയം നമ്മൾ നിർത്തും. ശ്രദ്ധിക്കണേ സാർ, നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് വരുന്നു, എന്നിട്ട് നമ്മൾ താഴെ നിന്ന് മേളിലോട്ട് എന്ത് ചെയ്യുന്നു? കയറുന്നു, ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം നോക്കിയാൽ കൃപയുടെ വ്യർത്ഥത അറിയണമെങ്കിൽ കൃപയുടെ വ്യത്യസ്തത അറിയണം. കൃപയുടെ വ്യത്യസ്തത അറിയണമെങ്കിൽ കൃപ എന്ന വാക്കിൻ്റെ വ്യക്തത നമുക്കുണ്ടാകണം. എന്ന് പറഞ്ഞാൽ കൃപ എന്നാൽ എന്താ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം ഇന്ന് രാവിലെ കാച്ചി കുറുക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്താ? കൃപയുടെ വ്യക്തത, എന്താ കൃപയുടെ വ്യത്യസ്തത, എന്താ കൃപയുടെ വ്യർത്ഥത. ശ്രദ്ധിക്കണേ. ശ്രദ്ധ, നിങ്ങളെല്ലാവരും ഞെട്ടിയൊക്കെ നോക്കുന്നല്ലേ? നമ്മൾ മലയാളിയായേണ്ട ഒരു ഗുണമാണ് വ്യക്തതയും വ്യത്യസ്തതയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല, നമുക്ക് മനസ്സിലാകും അല്ലേ? ശ്രദ്ധ, എന്താ പറയുക? കാക്കയും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അല്ലെ, കക്കയുടെ ഇപ്പുറത്തൊരു ഇടയ്ക്കൊരു വള്ളി ഇട്ടാൽ എന്തായി? കാക്ക. സ്വറ കേട്ടിട്ടുള്ളവർക്ക് ഇംഗ്ലീഷുകാരൻ കേട്ട കക്കയും തമ്മിൽ അവനൊന്നും മനസ്സിലാകില്ല. പക്ഷെ നമുക്ക് മനസ്സിലാകും കക്ക വേറെ കാക്ക വേറെ. വല്ലതും മനസ്സിലായോ? കാ മാറിയിട്ട് അവസാനം കാ മാറിയിട്ടുള്ള ആയിട്ട് കഴിഞ്ഞാൽ കാളയായി. വല്ലതും മനസ്സിലായോ? ഓരോ മലയാളത്തിൻ്റെ വ്യത്യസ്തത. ഞാൻ അതുകൊണ്ട് വളരെ നിങ്ങൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാകൂ. ഒന്ന്, കൃപയുടെ വ്യക്തത നമുക്കിന്നുണ്ടാകണം. എന്താണ് കൃപ? വാട്ട് ഈസ് ഗ്രേസ്? എന്താ ദൈവകൃപ? നമ്മൾ പലപ്പോഴും പാടുന്ന പാട്ടല്ലേ അല്ല ദൈവകൃപയെക്കുറിച്ച്? എത്ര പേർക്കറിയാം ദൈവകൃപ എന്നാൽ എന്ത്? കൃപ എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ കൃപയുടെ വ്യത്യസ്തത നമുക്കറിയാൻ പറ്റത്തുള്ളൂ. കൃപയുടെ വ്യത്യസ്തത അറിഞ്ഞാലേ കൃപയുടെ വ്യർത്ഥത നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം ഞാൻ ജാമ്യം എടുക്കുന്നു, ഇന്ന് നമ്മൾ കൃപയുടെ വ്യർത്ഥത എന്ന വിഷയത്തിലേക്ക് അധികം വരാൻ പറ്റുമെന്ന് തോന്നില്ല. എങ്കിലും നമുക്ക് കൃപയുടെ വ്യത്യസ്തതയെങ്കിലും ഒന്ന് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് പറഞ്ഞു വേണം നമുക്ക് ആരാധിക്കാൻ. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണേ. അപ്പോൾ ഈ വാക്യത്തിലേക്ക് വരാൻ വചനം പഠിക്കുന്നവർക്ക് വേണ്ടി ഇത് പൗലോസ് കൊരിന്തിയ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ് അല്ലേ? കൊരിന്തിയ സഭയ്ക്ക് യഥാർത്ഥത്തിൽ ആ വാക്ക് നോക്കിയാൽ നിങ്ങൾ എന്ത് ചോദിക്കേ? നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ എന്താകരുതെന്നാ പറഞ്ഞേ? വ്യർത്ഥമാകരുത് എന്ന് പറഞ്ഞാൽ പൗലോസ് പറഞ്ഞത് നീ സഭ വന്നത് പോലും ദൈവകൃപയാ. കൊരിന്തിയ സഭയോട് പറയുകയാണ് നീ സഭ വന്നത് പോലും ദൈവകൃപയാണ്. കാരണം എൻ്റെ പ്രൊജക്റ്റ് നീ എന്നൊരു സഭയില്ല.
അവിടെ നമുക്ക് നിൽക്കാൻ സമയമില്ല, ഞാൻ അധികം നിൽക്കില്ല, എങ്കിലും അത് പറയാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ സഭ വന്നതുപോലും എന്താണ് അല്ലേ, അതിനൊരു വാക്യമുണ്ട്, പിന്നീട് നമ്മൾ വരും. അതാണ് എഫെസ്യർ 2:8 കിടക്കുന്ന ഒരു വാക്കുണ്ട്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ എന്ത് ചെയ്തത്, രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കി അവിടെ വാക്ക് വന്നിട്ടുണ്ട്, കൃപയാലല്ലോ. ഈ എഫെസോസ് സഭയോടും പറയുന്ന വാക്ക് കൃപയാലാണ്. നീ വിശ്വസിച്ചു യേശുവിനെ, നീ രക്ഷിക്കപ്പെട്ടു, യേശു കൃപയിലേക്ക് വന്നു. സഭ വന്നതുപോലെ കൃപയാ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ ബുദ്ധി കൊണ്ടോ നിന്റെ തീരുമാനത്തിന്റെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല യേശുവിനെ നീ രക്ഷകനായി സ്വീകരിച്ചത്. അത് അങ്ങനെ നിന്നെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് പോലും അത് ദൈവ കൃപയാണ്. ഒന്ന് നല്ല സ്തോത്രം പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. സ്വരം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ശ്രേഷ്ഠരായതുകൊണ്ടോ ഒത്തിരി വചനം ഗ്രഹിച്ചത് കൊണ്ടോ ഒന്നും നമ്മളാരും ഈ കൃപ വന്നതല്ല, നമ്മൾ മിടുക്കരായതുകൊണ്ട് വന്നതല്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ഈ പട്ടണത്തിൽ അനേക ശക്തന്മാരുള്ളപ്പോ, അനേക ശ്രേഷ്ഠന്മാരുള്ളപ്പോ, അനേകം VVIPകളുള്ളപ്പോ, അനേകം VIPകളുള്ളപ്പോ, ഉന്നതന്മാരുള്ളപ്പോ അവർക്കെങ്ങും വെളിപ്പെടാത്ത സുവിശേഷത്തിന്റെ വെളിപ്പാട് നമ്മുടെ അകത്തേക്ക് തന്ന് നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി ഈ ആലയത്തിനകത്ത് വിളിച്ചു കൊണ്ടുവന്ന അതും ദൈവകൃപയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ആ ഒറ്റ വാക്കി പറഞ്ഞ് എന്തിനാ ഈ പൗലോസ് ഈ കൊരിന്ത്യ സഭയോട് പറഞ്ഞതെന്ന് പറഞ്ഞ് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പോസ്തലൻ, ഇനി നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം, നമ്മൾ ഇനി ആ പ്രസംഗം തുടങ്ങി നമുക്ക് ഓടിയെത്തണം. ഈ പൗലോസ് ആദ്യത്തെ പൗലോസ് വേറെ ഇവിടുത്തെ അഭിപ്രായത്തിൽ 4ഓളം മിശ്രയാത്രകൾ ചെയ്തു എന്ന് പറയുന്നു. അത് ഒന്നും കൂടെ വ്യക്തത വരുത്തിക്കോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ സംശയിച്ചു പോകും. ചില ആൾക്കാർ പറയും 3 മിശ്രയാത്രയും റോമിലേക്കൊരു യാത്രയും, എന്നാൽ മറ്റൊരു കൂട്ടർ പറയുന്നു റോമിലെ യാത്രയും മിശ്രയാത്രയാണ്. മനസ്സിലായില്ല? റോമിൽ തടവുകാരനായി പോകുന്നത് പൗലോസിന് എന്താണ്, മിശ്രയാത്ര. അപ്പൊ എത്രയായി? 3 1 4. എന്നാൽ അതിനപ്പുറത്ത് 5 എണ്ണം ചെയ്തെന്ന് വേറെ വിശ്വസിക്കുന്നു. അതായത് പൗലോസ് റോമിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ നിന്ന് താൻ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് പൗലോസ് ഒരു കാലഘട്ടത്തിൽ ഏകദേശം 2 വർഷത്തോളം സ്പെയിൻ വരെ, അതൊക്കെ ഇന്ന് രാവിലെ ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. അവിടെ കിടക്കുന്ന ബൈബിൾ ഇങ്ങനെയാണ്, സ്പാൻ എന്നാണ് കിടക്കുന്നത്, മലയാളത്തിൽ കിടക്കുന്ന സ്പാൻ എന്ന് പറഞ്ഞാൽ സ്പെയിൻ. പൗലോസ് റോമാ സഭയോട് പറയുന്നു, നിങ്ങളുടെ അടുക്ക വന്നിട്ട് എനിക്ക് സ്പെയിൻ വരെ ഒന്ന് പോകണം. എവിടെ വരെ പോകണം? ഉറക്കെ പറ. സ്പെയിൻ വരെ പോകണം, അവിടെ വരെ എനിക്കത് പോകണം. വേറെ ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിക്കുന്നു പൗലോസ് അവിടെയും പോയി. അങ്ങനെ പോയെങ്കിൽ അത് 5ാമത്തെ മിശ്രയാത്രയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ എത്ര കിട്ടുന്നത്? 5 എണ്ണം ചെയ്തെന്ന് ഇവിടെ പറഞ്ഞു വിടുന്നു, നമുക്ക് അവിടെ സമയമില്ല. അപ്പൊ പറയാൻ വന്നത് പൗലോസിന്റെ 1ാമത്തെ മിശ്രയാത്ര പൗലോസ് കുപ്രോസ് ദ്വീപൊക്കെ, ഇതൊക്കെ ബൈബിളൊക്കെ കാണിച്ച് ചാർട്ട് കാണിച്ചാലേ മനസ്സിലാകൂ. കുപ്രോസ് ദ്വീപൊക്കെ സഞ്ചരിച്ച് ഗലാത്തിയൊക്കെ സഞ്ചരിച്ച് ഒരു കൊച്ചു സ്ഥലങ്ങളിലൊക്കെ പോയി. നമ്മുടെ ഭാഷ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വഴി ഇടുക്കി പോയിട്ട് തിരിച്ചു വന്നതുപോലെ ഒരു കുറച്ച് ഭാഗത്ത് മാത്രം പൗലോസ് എന്ത് ചെയ്തു? പറ. 1ാമത്തെ മിശ്രയാത്ര ആരംഭിച്ചത് അന്ത്യോക്യ. എവിടുന്ന് ആരംഭിച്ചേ? നമ്മൾ അല്പം ഒന്നിട്ടിട്ട് പെട്ടെന്ന് നമ്മൾ വിഷയം വിടും. അന്ത്യോക്യ എന്ന് ആരംഭിച്ച് കുപ്രോസ് ദ്വീപിൽ ചെന്നു, അല്ലെങ്കിൽ സൈപ്രസ് ചെന്നു. അവിടെ നിന്ന് പൗലോസ് ഗലാത്യ ദേശങ്ങളൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് പൗലോസ് അന്ത്യോക്യ വന്നു. അന്ത്യോക്യ വന്ന പൗലോസിന് അവൻ്റെ ഉള്ളിലൊരു സ്വപ്നം, അവൻ്റെ ഉൾത്തടത്തിലൊരാഗ്രഹം. ആഗ്രഹം എന്ന് പറയുന്നത് അത് അപ്പോൾ പൗലോസ് പറയുന്നില്ല. അന്ത്യോക്യ എന്ന് ഈ സ്വപ്നം ഉള്ളിൽ ഒതുപ്പിച്ചുകൊണ്ട് പൗലോസ് യാത്ര തിരിക്കുക. ശീലാസിനെയും കൂട്ടിക്കൊണ്ട് പൗലോസ് യാത്ര തിരിക്കുന്നു. ആ യാത്രയിൽ പൗലോസ് ത്രോവാസി ചെന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ചാർട്ട് കാണിച്ച് പറയണം. എന്ന് പറഞ്ഞാൽ ത്രോവാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഷ്യൻ വൻകരയുടെ അങ്ങേയറ്റം, ഏഷ്യയുടെ അങ്ങേയറ്റം. ആ ത്രോവാസി ചെന്നിട്ട് പൗലോസ് അവിടെ വെച്ച് തൻ്റെ സ്വപ്നം പറഞ്ഞു. പൗലോസ് പറഞ്ഞു, എനിക്ക് ആസ്യയിൽ വചനം പ്രസംഗിക്കണം. എവിടെ പ്രസംഗിക്കണം? ഇതെല്ലാവർക്കും മനസ്സിലാകില്ല, പണങ്ങല്ലേ, മനസ്സിലാകുന്നവർക്ക് വേണ്ടിയാ. ആസ്യയിൽ വചനം പ്രസംഗിക്കണം. ആസ്യ എന്ന് മലയാളത്തിൽ കിടക്കുന്നതിന് ഇംഗ്ലീഷ് ഏഷ്യ എന്നാണ് കിടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഏഷ്യ എന്ന് പറയുന്നത് ഒരു ഭൂഖണ്ഡമല്ലേ, നമ്മൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഭൂഖണ്ഡം അല്ലേ? ആണോ? കുഞ്ഞുങ്ങളൊക്കെ എന്നെ ഞെട്ടി നോക്കുന്നു. ഏഷ്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള, മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു ഭൂഖണ്ഡമാണ്. ആസ്യയിൽ വചനം പ്രസംഗിക്കണം, ആസ്യയിൽ വചനം പ്രസംഗിക്കണം. അവിടെ നിന്ന് ഞാനൊരു ദൂത് പറയട്ടെ. ദൈവാത്മാവ് എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ട് ദൈവത്തിലെ നീ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയം, ഇതിനകത്ത് ആരൊക്കെയോ കാലങ്ങളായി പ്രാർത്ഥിക്കുന്നു, ഇതുവരെ ആ വിഷയത്തിന്മേൽ ഒരു മറുപടി വെളിപ്പെടാതെ നെടുവീർപ്പെടുന്ന ആരൊക്കെയോ, ഒരാളല്ല ആരൊക്കെയോ എന്ന് പറഞ്ഞാൽ 1ലധികം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരോട് ഒരു ദൂത് പറയാൻ ദൈവാത്മാവ് നിർബന്ധിക്കുന്നു. സ്വർഗം നിന്റെ വിഷയത്തിൽ ഇന്ന് കൈവച്ചിരിക്കും. ഞാൻ ചരിത്രം പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് കർത്താവ് എന്നെ വെളിപ്പാടിന്റെ മേഖലയിലേക്ക് കർത്താവ് പറയുന്നു, ഇന്ന് നിന്റെ വിഷയത്തിൽ കർത്താവ് കൈവച്ചിരിക്കും. പക്ഷെ ആ വിഷയത്തിൽ കൈവച്ചാൽ അതിൻ്റെ ഫുൾ ബെനഫിറ്റും കർത്താവിന് കൊടുത്തോളാമെന്ന്, അതിൻ്റെ മഹത്വം
മഹത്വം മൊത്തം കർത്താവിന് കൊടുത്തോളാമെന്ന്. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? അതിന്റെ മഹത്വം മൊത്തം കർത്താവിന് കൊടുത്തോളാമെന്ന്. അല്ലെ, കർത്താവെ നീ എന്നെ ആദരിച്ചാൽ ആ വിഷയത്തിൽ നിന്റെ കരം, ഞാൻ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയായി നിന്ന് ആ ദൂത് കൈമാറുന്നത്, ആ വിഷയത്തിന്റെ മഹത്വം മൊത്തം കർത്താവിന് കൊടുത്തോളാമെന്ന്, അതിന്റെ ബെനഫിറ്റ് മൊത്തം കർത്താവിന് കൊടുത്തോളാമെന്ന്. ഇന്നൊരു കർത്താവുമായി ഒരു കാവനന്റിലേക്ക് വരാനിടയായാൽ എഴുതി വെച്ചോ, പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്, നിന്റെ വിഷയത്തിൽ 1 മാസം എടുക്കില്ല അതിന്റെ മഴമേഘത്തെ പറഞ്ഞയക്കാൻ എന്റെ ദൈവം കരുത്തുള്ളവനും സർവശക്തനുമാണ്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ഇതുപോലത്തെ മീറ്റിങ്ങിനകത്തൊക്കെ കൺവെൻഷൻ ഒന്നും അല്ലല്ലോ. നമ്മുടെ സഭായോഗത്തിനകത്ത് കർത്താവ് വ്യക്തികളെ വിവേചിക്കും കേട്ടോ. ശ്രദ്ധിക്കണേ, വചനത്തിൽ കൂടെ വിവേചിക്കും. സ്വതം ആർക്ക് വേണ്ടി ഒരു വാക്കൂടെ പറഞ്ഞ് എല്ലാവരും ഇത് എടുക്കണ്ട, അല്ലെ അങ്ങനെയുള്ളവർ മാത്രം എടുത്താൽ മതി. നമുക്കെല്ലാവർക്കും അറിയാം, മോശെ, ഞാൻ ഒന്ന് കയറി വന്നോട്ടെ, നമ്മുടെ ടോപ്പിക്കിലേക്ക് മടങ്ങി വരും. എത്രത്തോളം വരാൻ പറ്റും അത്രത്തോളം നമ്മൾ ആരാധിക്കും. ഈ മോശയെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ മുമ്പേ ഒന്ന് പറഞ്ഞു വിട്ടു അല്ലേ, മോശയുടെ കയ്യിലെ കൃപയുടെ വടിയെക്കുറിച്ച്. ഈ മോശയുടെ ജീവിതത്തെ വേദപഠിതാക്കൾ 40 എന്നല്ലേ പറഞ്ഞത് അല്ലേ? 40. മോശ എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു? മൊത്തം 120 വയസ്സ്. എത്ര വയസ്സാ? 120 വയസ്സ്. ആ 120 വയസ്സിനെ 3ആയി തിരിക്കണം. ആദ്യത്തെ 40, പിന്നത്തെ 40, മൂന്നാമത്തെ 40. ആദ്യത്തെ 40 വർഷത്തോളം മോശ മിസ്രൈമിലായിരുന്നു. എവിടെയായിരുന്നു? മിസ്രൈമിലായിരുന്നു. രണ്ടാമത്തെ 40 വർഷം മോശ എന്തായിരുന്നു? പറ. ഞാൻ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, കേൾക്കാത്തവർക്ക് വേണ്ടി അല്ല, ഇതിനകത്ത് ചിലരോടുള്ള ദൂതാണിത്. അത് വളരെ ശ്രദ്ധിക്കണേ. ആദ്യത്തെ 40 വർഷം മോശ മിസ്രൈമിലായിരുന്നു അല്ലേ? മിസ്രൈമിയ കൊട്ടാരത്തിൽ ഏകദേശം 10-35 വർഷത്തോളം ജീവിച്ചിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, കുഞ്ഞുങ്ങളും കൂടെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി. ലോകത്തിലെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഇതൊക്കെ വിരിക്കുന്നില്ല, പറഞ്ഞങ്ങ് വിടുക. ലോകത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതാണ് ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റി. ഏതാണ് ആദ്യത്തെ എഡ്യൂക്കേഷൻ? ആദ്യത്തെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അത് ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയാണ്. ആ ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ അവിടെ 4 M പഠിച്ചവൻ ആര്? മോശ. 4 M എന്ന് പറഞ്ഞാൽ 4 ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ല? അവിടെ എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് യൂണിവേഴ്സിറ്റിയിൽ? 4 എണ്ണം എന്ന് പറയാം. മാത്സ്, മ്യൂസിക്, മാർഷൽ ആർട്സ്, മെഡിസിൻ. 4 M ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നേ. ഉറക്കം എല്ലാവരും പോയി. ശ്രദ്ധിക്കണേ, അവിടെ അന്നത്തെ യൂണിവേഴ്സിറ്റിയിൽ, ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ എത്ര ഉണ്ട്? 4 M. എന്താ പറയുക, 4 നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും കോളേജ് പഠിക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റുകളില്ലേ അല്ലേ? അല്ലെ, അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ പോലെ ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റി 4 ഉണ്ട്. ഒന്ന് മെഡിസിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മ്യൂസിക്കിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ മാർഷൽ ആർട്സിൻ്റെ ഡിപ്പാർട്ട്മെന്റ്. 4 ഡിപ്പാർട്ട്മെന്റുകളായിരുന്നു. ഇവിടെ 4ഇടത്തും പഠിച്ച് ഗ്രാജുവേറ്റ് കിട്ടിയവനാ മോശ. ഇതെല്ലാവരോടും അല്ല, ചിലരോടുള്ള ദൂത. നിങ്ങൾ ശ്രദ്ധിക്കണേ, മോശ ഈ 4 ഡിപ്പാർട്ട്മെന്റ് പഠിച്ചും ഗ്രാജുവേഷൻ കിട്ടി. പക്ഷേ അതിനൊക്കെ വാക്യമുണ്ട്, നിങ്ങൾ പിന്നെ വായിച്ചോണം. ആക്ട്സ് ചാപ്റ്റർ 7:22 അവിടെ ഇങ്ങനെ കിടക്കുന്നത്, മോശ മിസ്രൈമിലെ സകല ജ്ഞാനവും പ്രാപിച്ച. വാക്ക് നോക്കിയേ, ജ്ഞാനം പ്രാപിച്ചതല്ല, സകല ജ്ഞാനം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 4 ഡിപ്പാർട്ട്മെന്റ് ഇത് ഗ്രാജുവേഷൻ കിട്ടി. മെഡിസിൻ പഠിച്ചു, മാർഷൽ ആർട്സ് പഠിച്ചു, മ്യൂസിക് പഠിച്ചു. ഇതൊക്കെ പഠിച്ച് ഗ്രാജുവേഷൻ കിട്ടിയവൻ ആര്? മിസ്രൈമിലെ സകല ജ്ഞാനവും പ്രാപിച്ച് അവൻ വാക്കിലും പ്രവൃത്തിയിലും അവൻ സമർത്ഥനായിരുന്നു. ഹി ഹാസ് പവർഫുൾ ഇൻ ഡീഡ്സ് ആൻഡ് വേർഡ്സ് എന്നാണ്. അവൻ വാക്കിൽ സമർത്ഥനാണ്, അവൻ പ്രവൃത്തി സമർത്ഥനാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ തെളിവാണ് നമ്മളൊക്കെ ഒരു കല്ലിൽ പൂച്ചക്കുഞ്ഞിനെ അടിച്ചാൽ പോലും ചാകുകയല്ല. മോശ മാർഷൽ ആർട്ട് പഠിച്ചെന്നുള്ളതിൻ്റെ തെളിവാണ് അല്ലേ? മോശ നമുക്കറിയാം ആയോധന കല പഠിച്ചതിൻ്റെ തെളിവാണ്. മർമ്മം നോക്കി മർമാണിയായ മോശ ഒറ്റ അടി കൊടുത്തതേ ഉള്ളൂ, ഒരുത്തൻ അപ്പം തന്നെ വീണ് മരിച്ചു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അല്ല, ശ്രദ്ധിക്കണേ, കൃപയുടെ വ്യാപാരം എന്ന് പറയാനാ. നിന്നെ ദൈവകൃപ ടോപ്പിക്ക് വിട്ടുപോയില്ല. ദൈവത്തിലെ എന്നിലും നിന്നിലും ദൈവത്തിന്റെ കൃപ വെളിപ്പെടണമെങ്കിൽ നീ ദൈവസന്നി സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാനിടയാകണം. അത് പറയാനാ, സ്വരം കാച്ചിക്കുറിക്ക് പറയാനാ ദൈവാത്മാവ് ഏൽപ്പിച്ചേ. അപ്പം നിങ്ങളുടെ നോക്കിക്കാട്ടെ, മോശ അല്ലെങ്കിൽ 40 വർഷം കൊണ്ട് മിസ്രൈമിനെ കൊന്നു. അത് നമുക്കറിയത്തുള്ളൂ. പക്ഷേ ഈജിപ്ഷ്യൻ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈജിപ്ഷ്യൻ ഹിസ്റ്ററി ബൈബിളിനകത്ത് അതില്ല. ഈജിപ്ഷ്യൻ ഹിസ്റ്ററി കിടക്കുന്നത് ഇങ്ങനെയാണ്. മോശയെ കുറിച്ച് അവരുടെ ഈജിപ്ഷ്യൻ ഹിസ്റ്ററി പറയുന്നുണ്ട്. അവിടെ പറയുന്നത് അന്നത്തെ ഈജിപ്ഷ്യൻ ചക്രവർത്തിയുടെ അല്ലെങ്കിൽ ഫറവോന്റെ സൈന്യാധിപനായിരുന്നു മോശ. കമാൻഡർ ഇൻ ചീഫ്, അന്നത്തെ ഈജിപ്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു മോശ. ഇങ്ങനെ അവർ ചരിത്രത്തിൽ കിടക്കുന്ന എങ്ങനെയാണ്? മോശ അന്ന് ഈജിപ്തിലെ പട്ടാളക്കാരെയും കൊണ്ട് എത്യോപ്യയിലേക്ക് പോയി. എത്യോപ്യയോട് യുദ്ധം ചെയ്ത് അവിടുത്തെ രാജാവിനെ പിടിച്ചടക്കി ബന്ധസ്ഥനായി കൊണ്ടുവന്ന് ചക്രവർത്തിയുടെ മുമ്പിൽ, അതായത് ഫറവോന്റെ മുമ്പിൽ കൊണ്ടിട്ട് കൊടുത്ത അത്ര ശക്തനായ ഒരു സൈന്യാധിപനാണ് ആര്?
മോശ അതിന്റെ തെളിവാ മോശ ഒരുത്തനെ അടിച്ചു കൊന്നത്. പക്ഷെ സംഭവിച്ച നമുക്കറിയാം, അവൻ ഓടി. ഞാൻ വിവരിക്കുന്നില്ല. 40 വർഷം ഇത്രോവിന്റെ വീട്ടിൽ ചെന്ന് അതിനുശേഷം മൂന്നാമത്തെ 40 തുടങ്ങുമ്പോ ഹോരേബിൽ വെച്ച് ദൈവം അവനെ വിളിക്കുന്നുണ്ടല്ലേ. വിളിക്കുമ്പോ മോശ പറഞ്ഞ വാക്കന് 5 പ്രാവശ്യം മോശ ഒഴിഞ്ഞു മാറുന്നുണ്ട്. എനിക്ക് കഴിവില്ല, എനിക്ക് സംസാരിക്കാൻ കഴിവില്ല. ആദ്യത്തെ 40 അതാണോ പറഞ്ഞത്? ഇതെല്ലാവരോടും അല്ല. ചിലർ ആണോ? അല്ല. ഒറ്റയടിക്ക് മിസ്രൈമിനെ കൊന്ന് താൻ മുഖാന്തരം ഇസ്രായേലിന് രക്ഷ കൊടുക്കുമെന്ന് തെളിയിക്കാൻ ശ്രമിച്ചവന് അടുത്ത 40 ആടിന്റെ കൂടെ ജീവിച്ചപ്പോ മോശ സമ്മതിച്ചു, എന്റെ ദൈവമേ, ഞാനൊരു പരാജയമാ, എനിക്ക് ഈ ആടിനെ നോക്കാനല്ലാതെ എനിക്കൊന്നും കഴിയില്ല. അല്ല, എന്നെ വിട്ടേര്, വേറെ ആരെങ്കിലും അയക്ക്, എനിക്ക് സംസാരിക്കാൻ കഴിവില്ല. അപ്പോഴാ സ്വർഗം പറഞ്ഞത്, നോ, എനിക്കൊരു ചോയ്സ് ഇല്ല, എനിക്കൊരൊറ്റയാളേ ഉള്ളൂ, അത് നീ മാത്രമാ. എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും? നമ്മുടെ ദൈവദാസന്മാര് പറയുന്ന വാക്കാണ് ചേർത്ത് പറയാം. മോശ ആദ്യത്തെ 40 മോശ പറഞ്ഞ വാക്കെന്നാ നിങ്ങൾ കേട്ടിട്ടുണ്ട്. മോശ പറഞ്ഞു, ഐ ആം സംതിങ്. ദൈവം പറഞ്ഞു, യു ആർ നത്തിങ് എന്ന് പറഞ്ഞു. സാധാരണ ആദ്യത്തെ 40 മിസ്രൈമിന്റെ സൈന്യാധിപനായിരിക്കുമ്പോ മോശ പറഞ്ഞ ഐ ആം സംതിങ്, ദൈവം പറഞ്ഞു, യു ആർ നത്തിങ്. രണ്ടാമത്തെ 40 മോശ പറഞ്ഞു ഐ ആം നത്തിങ് എന്ന് പറഞ്ഞപ്പോ ദൈവം പറഞ്ഞു, യു ആർ സംതിങ് എന്ന് പറഞ്ഞു. സാധാരണ ശ്രദ്ധിക്കേണ്ട ദൈവത്തിലെ ചിലരോട് ഞാൻ പറഞ്ഞല്ലോ, ചിലരോടുള്ള ദൂത, സഹോദരന്മാരെ, ദൂത ദൈവാത്മാവ് ഇടപെടുന്നത്. നമ്മളെപ്പോ ഐ ആം സംതിങ് എന്ന് പറയുമ്പോ ദൈവം തെളിയിക്കും നമ്മളൊന്നും അല്ലെന്ന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? എന്തിനാണെന്നറിയാമോ? കൃപയുടെ മഹത്വം മൊത്തം ദൈവത്തിന് വെളിപ്പെടണതിന്. ഹല്ലേലൂയ. നമ്മൾ സംതിങ് ആന്ന് പറയുമ്പോ ദൈവം പറയും നീ നത്തിങ് ആന്ന് പറയും. നമ്മൾ നത്തിങ് ആന്ന് സമ്മതിക്കാനിടയായാൽ ദൈവം വിളിച്ചു പറയും, യു ആർ സംതിങ് എന്ന് പറയും. ദൈവത്തോടൊപ്പം നിന്നാൽ പിന്നെ ആവർത്തിക്കുന്നു, നിന്റെ കയ്യിൽ ഒരു ഉണങ്ങിയ വടി മതി കേട്ടോ, ആ ഒരു പേപ്പർ മതി കേട്ടോ, ആ ഒരു ഡിഗ്രി മതി കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസം മതി കേട്ടോ, ആ ഒരു ആക്സന്റ് മതി കേട്ടോ, ആ ഒരു സ്ലാങ് മതി കേട്ടോ, നിനക്ക് വേണ്ടി വഴി തുറക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാ. വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? പോട്ടെ, ഞാൻ മടങ്ങി വരിക. അപ്പോൾ പറയാൻ വന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. സ്വതം ഈ സഭയോട് പറയുന്ന വാക്ക് ഇത് നിങ്ങളുടെ ഉള്ളിൽ മറന്നു പോകരുത്. ഈ നമുക്കറിയാമല്ലോ, ഞങ്ങൾ പലപ്പോഴും ഈ പറയുന്ന കാര്യമാണ്, നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന സ്പീഡ് കാണുമ്പോൾ അറിയാം പ്രായം. കർത്താവിദാസ് ജോബ് ഭാഷ സഭയായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, ഞാൻ കമ്പിവാചം പോലെ ബാക്കിയെല്ലാം പറഞ്ഞു. ഈ 18-19 ആകുമ്പോഴത്തേക്ക് ബൈക്കിൽ പോകുന്നവനെ കാണുമ്പോൾ ഏകദേശം പ്രായം, നിങ്ങളെന്നെ മിണ്ടാതെ, ഈ ബൈക്കിൽ പോകുന്നവനെ കാണുമ്പോൾ അറിയാം ഏകദേശം ഓടിക്കുന്നവൻ്റെ പ്രായം. അതൊരു സൈക്കോളജിയാണ്. ഈ 18, 19, 20, 21, 22 വരെയൊക്കെ പോകുന്ന പോക്കെന്ന് പറഞ്ഞാൽ 80 പോകേണ്ടടുത്ത് 800 പോകും. എത്ര പോകാവും? കാരണം ലോകം മൊത്തം, റോഡ് മൊത്തം അവൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞാൽ പോകുമ്പോഴേ കാണിയ ഇവൻ 22 താഴെയുള്ളത്. ധാരോടും പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഞങ്ങൾ നിങ്ങളുടെ സംശയം ഉണ്ടെങ്കിൽ ഹെൽമെറ്റ് മാറ്റി നോക്കണം. ഹെൽമെറ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ മേലെ തലയുണ്ടേ കൂടെ നോക്കുന്നതല്ല, ശ്രദ്ധിക്കണേ. അല്ലെ ഹെൽമെറ്റ് ഉണ്ട്, ഊരി നോക്കിക്കോ, 22 താഴെ ആയിരിക്കും ഈ പോകുന്ന പോക്ക്. 22 തൊട്ട് 26 വരെ ആകുമ്പോൾ സ്പീഡ് അല്പം ഒന്ന് കുറയും. അപ്പോഴാണ് എവിടെയെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ കയറി പങ്കപ്പാടും പ്രാരാബ്ദമൊക്കെ വരുമ്പോൾ ടെൻഷൻ കാരണം എന്ത് ചെയ്യും, 120 പോകുന്ന പതുക്കെ 100 താഴോട്ട് വരും. അല്ല, മനസ്സിലായി? എന്നാൽ ഒരു 55 കഴിയുമ്പോൾ നിങ്ങൾ റോഡിൽ നോക്കിയാൽ മതി, ഹെൽമെറ്റ് ഒന്നും മാറ്റണ്ട. ഒരു 40-50 പോകുമ്പോൾ കണ്ടോണം അദ്ദേഹം 55 കഴിഞ്ഞെന്ന്. വല്ല മനസ്സിലായോ? അല്ലെ പ്രായം കൂടുമ്പോൾ സ്പീഡ് താഴോട്ട് എന്ത് ചെയ്യും? പറ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് കണ്ടിട്ട് പിന്നെ ജോബ് ഭാഷയോട് അല്ലെ എൻ്റെ നമ്പർ ഭാഷയിലുണ്ടോ മേടിച്ച് പറഞ്ഞാൽ മതി. സോദരം, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഒരു 55-60 പോകുമ്പോൾ നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ ചിന്തിക്കത്തില്ലയോ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ അല്പം കൂടെ സ്പീഡിൽ എന്നാ പോയാൽ. നമ്മൾ വരുന്നത് 22-കാരനായി പുറകെ വരുന്നത് അല്പ സ്പീഡ്. കാരണം അവൻ ഒത്തിരി കണ്ടതായി മുമ്പിൽ പോകുന്നവൻ. ഒത്തിരി വീഴ്ചയും ഒത്തിരി ആക്സിഡൻറ്റും ഒത്തിരി തല പോയതും ഒത്തിരി കേസും ഒത്തിരി ടെൻഷനും കൂടെ നടക്കുന്നവൻ അധികം സ്പീഡ് വരത്തില്ല. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? എന്തിനാ പറഞ്ഞതെന്നറിയാമോ ദൈവത്തിനെ? സമയമില്ലെങ്കിലും നാം ഈ ദിവസങ്ങൾ ആത്മാവിൻ്റെ ഒരു മെച്യൂരിറ്റി കാണിക്കാനിടയായാൽ, ഒരു കൃപയുടെ കരത്തിൽ ഏൽപ്പിക്കാനിടയായാൽ, നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ കരുത്തുള്ള ഒരു സർവശക്തനായ ദൈവം ഉയരത്തിലുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒന്ന് കരമടിച്ച് ഒന്ന് ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം ദൈവമഹത്വം വെളിപ്പെടും. ഉടവന സധരാധരാധരാധര ഉടവല വല വല ശതലരകതരകടകൾ ഉടവനാധര നിരാധരാധരാധര ദൈവാത്മാവിന്റെ കരത്തിന്റെ വല്ലഭത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ കരത്തിന്റെ വല്ലഭത്വം ഇന്ന് രാവിലെ ഈ ആലയത്തിനകത്ത് വ്യാപരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചരിത്രം അധികം പറയുന്നില്ല. ചരിത്രം പറഞ്ഞ നമ്മുടെ കുരുവാക്ക് നമ്മൾ പ്രസംഗത്തിൽ കയറിയിട്ടില്ല. കാരണം
നമുക്കറിയേണ്ട കാര്യം കൃപയുടെ വ്യക്തത എന്താണെന്ന്. എന്താണ് കൃപ എന്നറിയണ്ടേ? കൃപ അറിയണം. എന്താണ് കൃപയുടെ വ്യത്യസ്തത അറിയണ്ടേ? 5 types of grace അറിയണം. എന്നിട്ട് വ്യക്തത അറിയണം. നമ്മുടെ ടോപ്പിക്ക് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഒരു വാക്ക് മാത്രം പറഞ്ഞ് കൊരിന്ത്യ സഭയോട് പൗലോസ് എന്തിനാ പറഞ്ഞതറിയാമോ? നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപയെന്ന്. കാരണം ഇവർ ദൈവകൃപ വന്നതുപോലും അത് ദൈവകൃപയാണ്. അതൊന്ന് പറയാൻ വേണ്ടിയാ. കാരണം ഇപ്പൊ പറയാൻ വന്നത് രണ്ടാമത്തെ വിഷയാത്ര പൗലോസ് പോകാൻ ആഗ്രഹിച്ചത് ആസിയയില്ല. എവിടെയാണ് അത് പറഞ്ഞിട്ട് നമ്മൾ കയറിപ്പോയെ? ആസിയ എന്ന് പറയുന്ന ഒരു വൻകരയാണ്. നമ്മൾ ഉൾപ്പെട്ട ഇന്ത്യ ഉൾപ്പെട്ട പാകിസ്ഥാൻ ഉൾപ്പെട്ട അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെട്ട ഇതെല്ലാം കൂടെ ചേർന്ന് വൻകരയാണ്. ഇവിടെ മൊത്തം പൗലോസിന് പ്രസംഗിക്കാൻ കഴിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം ആസിയ വൻകര പ്രസംഗിക്കണമെന്നല്ല. സഹോദരങ്ങളെല്ലാം കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിക്കണേ. അന്ന് ഇത് ദേശത്തോടുള്ളൊരു ദൂത. അന്ന് ലുമൻ ഏഷ്യ എന്നറിയപ്പെട്ട എന്ന് പറഞ്ഞാൽ ഈ ഏഷ്യയിലെ ഒരു പട്ടണത്തിന് 2 പേരൊന്നുണ്ട്. ഇതൊക്കെ 2000 വർഷം മുമ്പ്. ആ പട്ടണം ഒന്നാമത്തെ പേര് ലുമൻ ഏഷ്യ എന്നാണ്. എന്താണ് ഉറക്കെ പറഞ്ഞേ? ലുമൻ ഏഷ്യ. രണ്ടാമത്തത് വാനിറ്റി ഫെയർ ഓഫ് ഏഷ്യ എന്നാണ്. ലുമൻ എന്ന വാക്ക് ലാറ്റിൻ വേർഡാണ്. നിങ്ങൾ ഈ റോഡിൽ കൂടെ ഒക്കെ സിറ്റി കൂടെ പോകുമ്പോൾ ചില ലൈറ്റുകളുടെ മുമ്പിൽ നമ്മൾ കണ്ടിട്ട് ലുമൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരു ബ്രാൻഡ് പോലും ഉണ്ട്, ലുമൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. ലുമൻ എന്ന് പറയുന്നത് ലൈറ്റ് എന്ന വാക്ക്. അതായത് ഈ ലാറ്റിൻ വേർഡിൽ ലുമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് എന്ത്? ലൈറ്റ്. അപ്പൊ ലുമൻ ഏഷ്യ എന്ന് പറഞ്ഞാൽ ഏഷ്യയുടെ വിളക്ക്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? അന്ന് ആസിയയിലെ അല്ലെ ഏഷ്യയിലെ ഒരു പട്ടണത്തിന്റെ പേരെന്താണ്? ഏഷ്യയുടെ വിളക്ക്. രണ്ടാമത്തെ പേര് വാനിറ്റി ഫെയർ ഓഫ് ഏഷ്യ. അതായത് വാനിറ്റി ഫെയർ എന്ന് പറഞ്ഞാൽ മായച്ചന്ത. എന്താണ് മായച്ചന്ത? ഏഷ്യയുടെ മായച്ചന്ത. എന്താ മായച്ചന്ത എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാനാ. ജനിപ്പിച്ച മാതാപിതാക്കളെ ഒഴിച്ച് എന്തും കിട്ടുന്നതാണെന്ത് പറ. മാതാപിതാക്കളെ കിട്ടത്തില്ല. ഒന്ന് സ്വത്രം പറഞ്ഞിട്ട് ഇതിന് എന്നെ കർത്താവ് മുമ്പോട്ട് വിടുന്നുമില്ലല്ലോ. സാറ് ആരെ കിട്ടത്തില്ല? എന്നെ പറയാൻ മടി തന്നെ. ധൈര്യത്തോടെ പറ. ഇനി നമ്മൾ ചാകുന്നത് വരെ നമ്മളെ ജനിപ്പിച്ച അപ്പനും അമ്മയും നമ്മളെ ജനിപ്പിച്ച ഈ ലോകത്തിൽ ഒരു മാർക്കറ്റിൽ പോയാലും എന്ത് ചെയ്യത്തില്ല? പറ. കിട്ടത്തില്ല. നമ്മുടെ മാതാപിതാക്കളെ ഓർത്തൊന്ന് കര ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. സ്തോത്രം. ഒരു ദൂത് പറയാം ചിലർക്ക് വേണ്ടി. നിനക്ക് ഈ മാതാപിതാക്കളെ കിട്ടിയത് കൊണ്ട് നിനക്ക് ഇപ്പം അപ്പനും അമ്മയും ഉണ്ട്. പെണ്ണങ്ങല്ലേ ഹല്ലേലൂയ സാറേ. ഇപ്പം അപ്പനും അമ്മയുണ്ട് അല്ലെ? നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ഈ ചിലർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കത്തില്ല അല്ല, ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട് അമേരിക്കയിലെ കാണുമ്പോൾ സായിപ്പിന് ജനിച്ചാൽ മതി. അങ്ങനെ അപ്പനും അമ്മ ഏതാന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഒന്ന് സ്വത്രം പറഞ്ഞാട്ട് എതിരെ ഒന്നും അല്ലേലും ഇപ്പോഴത്തെ നമ്മുടെ മാതാപിതാക്കള് കഴക്കൂട്ടത്ത് ഇതുപോലുള്ള കല്ലിൽ ഉള്ളിടത്ത മാതാപിതാക്കളൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ നമുക്കിപ്പോഴും കാണിക്കാൻ ഒരു അപ്പനും അമ്മയുണ്ട്. ഒന്ന് കരവുയർത്തി ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ഹല്ലേലൂയ സ്തോത്രം. ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നത്. നിനക്ക് ലഭിച്ച കുടുംബം അത് ചെറുതല്ല കേട്ടോ. നിനക്ക് ലഭിച്ച മാതാപിതാക്കൾ അങ്ങനെയൊക്കെ ചില ചിന്താമണ്ഡലത്തിൽ കിടക്കുന്ന ചില ഇരുട്ടിന്റെ ആഴങ്ങളിൽ രാവിലെ അഴിയപ്പെടാനിടയാകണം. അല്ലെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നിനക്ക് ലഭിച്ച കുടുംബം അത് ഏറ്റവും ശ്രേഷ്ഠമാ. നിനക്ക് ലഭിച്ച മാതാപിതാക്കൾ അത് ഏറ്റവും ശ്രേഷ്ഠമാ. നിനക്ക് ലഭിച്ച ഭർത്താവ് അത് ശ്രേഷ്ഠമാ. നിനക്ക് ലഭിച്ച ഭാര്യ അത് ശ്രേഷ്ഠമാ. നിനക്ക് ലഭിച്ച കുഞ്ഞുങ്ങൾ അത് ശ്രേഷ്ഠമാ. കരവുയർത്തി ഒന്ന് സ്തോത്രം പറ. ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു മാതാപിതാക്കളെ തന്നത് അതത്ര വലുതാണ്. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ ദൈവത്തിന്? സ്വത്രം. ഹല്ലേലൂയ. പോട്ടെ, ഞാൻ അവിടെ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പൊ പറയാൻ വന്നത് പൗലോസ് അപ്പൊ ഈ ലുമൻ ഏഷ്യ അല്ലെ വാനിറ്റി ഫെയർ ഓഫ് ഏഷ്യ പോകാൻ ആഗ്രഹം. അതായത് എവിടെ പോകണമെന്നാ? എപ്പസോസിൽ. എവിടെയാ? ഉറക്കെ പറ. അപ്പൊ ആസിയ പോകണമെന്ന് ആഗ്രഹിച്ചു. എവിടെ പോകണമെന്നാ? എപ്പസോസിൽ പോകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അവിടെ വെച്ച് ഞാൻ ഇനി ആ ചരിത്രം വിടുകയാ. ഒരു വാക്ക് പറയാം. അത് പറഞ്ഞ ആക്ട്സ് ചാപ്റ്റർ 16 കേട്ടോ. അവിടെ താൻ ആസിയ പോകാൻ ആഗ്രഹിച്ചപ്പോ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് തന്നോട് നോ പറഞ്ഞു. എന്താ പറഞ്ഞു? നോ പറഞ്ഞു. ശരം. ഉടനെ പൗലോസ് ബിദൂന്യയ്ക്ക് പോകാൻ ആഗ്രഹിച്ചു. അപ്പോഴും ദൈവാത്മാവ് തന്നോട് നോ പറഞ്ഞു. ശരം. പൗലോസ് കുഴഞ്ഞു. സുവിശേഷം പറയാൻ താൻ എപ്പസോസിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അവിടെ തന്നെ തടുക്കുന്നു. താൻ ബിദൂന്യയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴും ദൈവാത്മാവ് നോ പറയുന്നു. അങ്ങനെ പൗലോസ് പ്രാർത്ഥിക്കുമ്പോഴാ ഒരു വെള്ളക്കാരൻ, മക്കദോന്യൻ, അതായത് വെള്ളക്കാരൻ, നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ ഒരു സായിപ്പ് വന്നിട്ട് പൗലോസിനോട് പറയുക, ദർശനത്തിൽ വന്നിട്ട് പറയുക, സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങളെ വന്ന് സഹായിക്കാം. പൗലോസ് എവിടെയാ നിൽക്കുന്നത്? ഏഷ്യയിലാണ് നിൽക്കുന്നത് അല്ലേ? ഈ ഏഷ്യ നിൽക്കുമ്പോ ഒരു വെള്ളക്കാരൻ വന്നിച്ച് പറയുകയാണ്, മക്കദോന്യൻ വന്നിട്ട് പറയാം, നീ ഞങ്ങളെ വന്ന് രക്ഷിക്കുക. അങ്ങനെ പൗലോസ് തൻ്റെ ഇഷ്ടത്തിൽ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ദൂതിലേക്ക് വരിക, തൻ്റെ ഇഷ്ടത്തിലില്ലാത്ത, തൻ്റെ പ്രൊജക്റ്റിലില്ലാത്ത യൂറോപ്പിലേക്ക് പൗലോസ് പോയി. ആരയച്ചു? ആരയച്ചു? ദൈവത്തിന്റെ ആത്മാവ് അയച്ചു. തൻ്റെ അതുകൊണ്ടാണ് പറഞ്ഞത്, ആ പോക്കിൽ പൗലോസ് സ്ഥാപിച്ച ഒന്നാമത്തെ സഭ അത് ഫിലിപ്പിയ സഭയാ.
രണ്ടാമത്തെ സഭ അത് തെസ്സലോനിക്ക സഭയാ. മൂന്നാമത്തെ സഭ അത് ബെരോവ സഭയാ. നാലാമത്തെ സഭ അത് ഏതൻസിലെ സഭയാ. അഞ്ചാമത്തെ സഭ അത് കൊരിന്തിലെ സഭയാ. ഏതാണ്? കൊരിന്ത് സഭ. അഞ്ചാമത് സ്ഥാപിച്ച സഭ ഏതാണ്? കൊരിന്ത് സഭ. ആ സഭയോടാണ് പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ എന്താകരുത്. ഇത് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഒന്നും കൂടെ പറയാം. യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോയായിരുന്നെങ്കിൽ നീ സുവിശേഷം കേൾക്കത്തുമില്ല, നീ കൃപയിലേക്ക് വരത്തുമില്ല. ആശയം മനസ്സിലായിരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പ്രവചിക്കുന്നു, പോയ ദൈവദാസന്മാരുടെ റൂട്ട് മാറ്റി നിന്റെ വീട്ടിലേക്ക് വിട്ടത് കൊണ്ടല്ലേ. അല്ലല്ല, ദൈവദാസന്മാരുടെ പ്രൊജക്റ്റിനപ്പുറത്ത് സ്വർഗമിട്ട ചില പ്രൊജക്റ്റ് അല്ലേ ഇന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലല്ല, പറ കർത്താവേ, അങ്ങയുടെ വലിയ സ്നേഹത്തിനായി സ്തോത്രം. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ നിന്നെ കണ്ടുമുട്ടിയത്, ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആരാധന പഠിച്ചത്. പക്ഷെ നീ എന്നെ അതിനു മുമ്പേ കണ്ട ആ വലിയ സ്നേഹമോർത്ത് ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. പോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് ഓടി വരിക. അപ്പൊ പൗലോസ് പറഞ്ഞത് ഞാൻ അവിടെ വന്നതുപോലും എന്താണ്? നമ്മൾ മെസ്സേജിലേക്ക് ഇനി കയറാൻ പോകുക. ഞാൻ അവിടെ വന്നതുപോലും എന്താണ്? ദൈവകൃപയാണ്. ഇത് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, അപ്പൊ നിങ്ങളുടെ ദൈവകൃപ വന്നതുപോലും ദൈവകൃപ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ആ കൃപകളൊന്നും എന്താകരുത്. സാർ എന്തോ ചെയ്യാ ദേവാസനെ? എന്തോ ചെയ്യാ? ഇപ്പൊ എന്തോ ചെയ്യുന്നു? പഠിക്കുക. എന്തോ പഠിക്കുന്നത്? ദൈവാത്മാവ് ശക്തമായിട്ടാണ് വേലയ്ക്ക് വിളിയുണ്ട് കേട്ടോ, അറിയാവോ? ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം, ഒരു അസാധാരണമായ നിയോഗത്തോടെ. ഞാനങ്ങനെ പൊതുവായിട്ട് അങ്ങനെ ആരോടും ദൂത് പറയാറില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായിട്ട് ഇടപെടുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്ന് കർത്താവ് ഇന്നിരിക്കുന്ന വാക്വം സ്റ്റേജിൽ നിന്ന് കർത്താവ് ഒന്ന് പുറത്തെടുക്കും നിറവോടെ. സ്വരം ഇത് പറയുമ്പോൾ സഭയോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, ഇതിനകത്തുനിന്ന് കർത്തൃവേലയ്ക്കായി നിയോഗമുള്ള പലതിനെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവാത്മാവ് ശക്തമായിട്ട്, അതിനകത്ത് ഒരാളാകട്ടോ പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഒരു അസാധാരണ അഭിഷേകത്തോടെ നിൽക്കാൻ സമയമില്ലാത്ത ദൈവാത്മാവ് ഹല്ലേലൂയ പൊതുവായിട്ടൊരു വാക്ക് പറഞ്ഞു. പലപ്പോഴും നമ്മൾ പറഞ്ഞ ചില പരിമിതികളുണ്ട്, എനിക്ക് ആ പരിമിതിയുണ്ട് അല്ലേ, അല്ലെ നമ്മൾ പറഞ്ഞ ചിന്തിക്കുന്ന ചില പരിമിതികൾ, ആ പരിമിതികളെ ഭേദിക്കുന്ന അതിന് എന്ത് പരിമിതിയാണേലും ഇന്ന് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് ദൈവാത്മാവ് ഏൽപ്പിച്ച കൃപയാണ്. കൃപ വെളിപ്പെട്ട, അതാ പറയാൻ വന്നേ, കൃപ വെളിപ്പെട്ടാൽ ഏത് പരിമിതികളെ ഭേദിച്ച് ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടുമെന്ന് എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും? ഇന്ന് വേലയുടെ ഒരു നിയോഗം ഈ ആലയത്തിനകത്ത് വെളിപ്പെടുകയോ. യെസ്, ദൈവാത്മാവ് ഇടപെടുന്നു. ഒന്നിന്റെ മേലല്ലോ, ഒരു അസാധാരണമായ അഭിഷേകം, ചിലതിനെയൊക്കെ ശക്തമായ ദേശത്തെ വേലക്കാരായി, കർത്തൃവേലക്കാരായി പ്രാപിച്ചോ. ഉറവന ഹതന മമ 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 ഓ രി റികിനിയ റംഷികന ആ ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. എടുക്കുന്ന സബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദൈവശബ്ദം കയറി വന്നാൽ അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ആത്മമണ്ഡലത്തിന്റെ അഭിഷേകം ആ അന്തരീക്ഷത്തെ നിറച്ചിരിക്കും. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? കൃപ പറഞ്ഞപ്പോൾ അതിനപ്പുറത്ത് വേലയുടെ നിയോഗം പറയുമ്പോൾ ചിലതിനെയൊക്കെ വേലയിലേക്ക് വലിച്ചിറക്കുന്ന അഭിഷേകത്തിന്റെ മേഖല ഇതിനകത്ത് വ്യാപരിക്കുന്നെന്ന്, അതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇതിനകത്ത് വെളിപ്പെടുന്നെന്ന് ഇന്ന് രാവിലെ ദൈവാത്മാവ് പറഞ്ഞാൽ എത്ര പേർക്കൊന്ന് ശക്തമായ ഒരു വിളിയുണ്ട് കേട്ടോ. ആയിരങ്ങളുടെ ഇടയനാക്കി മാറ്റാൻ ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ദൈവാത്മാവിന്റെ നിയോഗം ഇന്ന് രാവിലെ ആലയത്തിൽ കത്തിയിറങ്ങാൻ. ഓ, രാജ്യം വിട്ടുള്ള ചില യാത്രകൾ, ചില യെസ്
പ്രാപിച്ചോ. ഓ ഉടവരവരവര ഊടവനാദക ഊടാമാമ ആദാരാധ ഊടവനേതക ഊടവരേതക അസ്തംഭാരം ദീപനവാദം ഊടംബക്ഷം അസ്തംഭാരെ ആദാമാന ദീപനവാദ അസ്തംബേരി ഊടവനന്തം അസ്തംബക്ഷം ആദാമാന അട്ടംഭേദം അസ്തരകക്ഷം അൽഹഭാരം ഊടംഭാരം ജീവനവസ്തു ഊടംഭാരം അമ്പംഭേദം ഊടംഭാരം ഊടംഭാരെ അത്തേരേരി അസ്തകരാതി അല്ലംപാദം അട്ടങ്കേരി ഇട്ടംപാദം ഓരംപോരം. അഭിഷേകം പ്രാപിക്കാനുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവാത്മാവിന്റെ ശക്തമായ ഒരാത്മമണ്ഡലം ഇവിടെ തുറക്കുക. ദൈവാത്മാവ് ചില ആദരങ്ങളെ കർത്താവ് തുറക്കുക. പുതിയ അന്യഭാഷ അടയാളത്തോടെ അസാധാരണമായ ഒരു അഭിഷേകം. ഓ ഉടബല വല 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 ഉടബല വല 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 ഉടബല വല 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 ഉടിവര വല 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 ഉറബല വല 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 റിഖമമമമ റിബബബബബ. അല്ല, പൗലോസ് അടലിയ തീ കൊടഞ്ഞതുപോലെ ചില രോഗബന്ധനങ്ങൾ ദൈവാത്മാവിന്റെ അഗ്നിയിൽ കൊടഞ്ഞു പോകാൻ. ഓ യേശുവിന്റെ നാമത്തിൽ ആഴിയട്ട നുഖങ്ങൾ, ചിലതിനെയൊക്കെ ബന്ധിച്ചിട്ട പാരമ്പര്യത്തിന്റെ പോരുകൾ ഉടവര സന്ധരാധര മുന്നോട്ട് പോകാൻ സമ്മതിക്കത്തില്ലെന്ന് വാദിക്കുന്നതിന് വെല്ലുവിളികൾ ദൈവാത്മാവിന്റെ ആജ്ഞയാൽ ഇന്നത് കാറ്റുമാറാൻ, ഈ ബലത്തോടെ പോകാൻ ദൈവവചനം പറയുമ്പോ ആത്മാവിന്റെ ദൈവാത്മ ബലത്തോടെ തലമുറകളുടെ വിഷയത്തിന്മേൽ ദൈവകരം ചലിക്കട്ടെ. തലമുറ ദൈവാത്മാവ് ഇടപെടുന്നു. തലമുറ അത് ചില അവകാശങ്ങളാ. ആ ദൈവത്തിന്റെ അവകാശമാ. തലമുറയുടെ വിഷയത്തിന്മേൽ മഹത്വം കത്തിയിറങ്ങാൻ. ഓ യെസ് ഉടവന സന്ധരാധര. ഉടവനവനവന ശതലരകതരകടകൾ കടകം 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 ഊടം പക്ഷം വൽപ്പം വൈടം പക്ഷം ഘട്ടം വാദം ഘട്ടം വേദം ഘട്ടം വേദം ഘട്ടം അട്ടം ഘട്ടം. ദൈവാത്മാവ് ഇടപെടുന്നു. ഒരു വ്യക്തി കൈവെക്കട്ടെ കേട്ടോ. ദൈവാത്മാവിന്റെ കരത്തിന്റെ സ്പർശനം, ദൈവാത്മാവിന്റെ അഗ്നിക്കരത്തിന്റെ സ്പർശനം. ഉടവര സന്ധരാധരാധര ഉടവര വര വര വല 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 ശതലരകതരകടകൾ. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. സ്തോത്രം. ഈ അന്തരീക്ഷത്തെ ദൈവാത്മാവ് ഏറ്റെടുത്തത് കൊണ്ട് ഇനിയും കാച്ചിക്കുറുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആരാധനയിലേക്ക് പോകുക. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒത്തിരിയും പ്രസംഗിക്കുന്നതിനകത്തല്ല, പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ വെളിപ്പെടുന്നതിനകത്ത കാര്യം. പ്രൈസലോ. ശ്രദ്ധിക്കണം, നമ്മുടെ വിഷയത്തിലേക്ക് വരിക. നമുക്ക് ആരാധിക്കാൻ വരുന്നു. സ്വതം. അപ്പോൾ പറയാൻ വന്ന വാക്ക് പൗലോസ് അവിടെ പറഞ്ഞത് നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ എന്ന് പറയുന്നത് നിങ്ങളുടെ സുവിശേഷം കേട്ടത് പോലും പറ. വചനം കൂടെ പഠിക്കണം. ആരാധനയ്ക്കിടയ്ക്ക് നമ്മൾ വചനം കൂടെ പഠിച്ചിട്ട് വേണം ആരാധനയിലേക്ക് കയറി വരാൻ. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊജക്റ്റിനകത്ത് കൊരിന്തെന്ന് പറയുന്ന ഒരു പട്ടണമില്ല. എന്തിനാ? യൂറോപ്പ് പോലുമില്ല. പക്ഷെ നിങ്ങളുടെ സുവിശേഷം വന്നത് അത് ദൈവത്തിൻ്റെ പ്രൊജക്റ്റായിരുന്നു. പ്രൈസലോ. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ വിഷയത്തിലേക്ക് വരിക. അപ്പോൾ ഇത് പറഞ്ഞ് ഇത് AD 50 സംഭവിച്ചത്. അതായത് പൗലോസ് കൊരിന്ത് സഭ സ്ഥാപിക്കുന്ന AD 50. എന്നാൽ അതിനുശേഷം 3 വർഷം കഴിഞ്ഞ് AD 53 പൗലോസ് 1 കൊരിന്ത്യ ലേഖനം എഴുതുന്നത്. AD 53. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് AD 55 പൗലോസ് 2 കൊരിന്ത്യ ലേഖനം എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സഭ സ്ഥാപിച്ച് 5-ാമത്തെ വർഷം പൗലോസ് ഈ സഭയ്ക്ക് ലേഖനം എഴുതി പറഞ്ഞതാണ് നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ എന്താകരുത്?
വ്യർത്ഥമാകരുത്. അപ്പം നമ്മൾ ഇനി നമ്മുടെ പോയിന്റിലേക്ക് തന്നെ മടങ്ങി വരുന്നു. എല്ലാം പറയുന്നില്ല, ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് എനിക്ക് വല്ലാതൊരു നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഈ സഭയ്ക്ക് കൈമാറാൻ ഒരു വചന വെളിപ്പാടുണ്ട്. ഇന്ന് ഞാൻ ഒന്നും പ്രസംഗിച്ചില്ലല്ലോ, അത് പറഞ്ഞ് വേണം പ്രാർത്ഥിക്കാൻ അവസാനം. അതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു വിടുന്നു. അപ്പോൾ ഒന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് കൃപയുടെ വ്യക്തത. എന്താണ് ദൈവ കൃപ അല്ലേ? അതറിയണം നമുക്കൊന്ന്. അതറിഞ്ഞിട്ട് വേണം കൃപയുടെ വ്യത്യസ്തത. മൂന്നാണ് കൃപയുടെ വ്യക്തത. നമുക്ക് ഒന്നാമത്തെ വിഷയം കൃപയുടെ വ്യക്തത എന്താണ്, അത് എന്താണ് ദൈവ കൃപ എന്നൊന്ന് അറിയണമെങ്കിൽ അതിന് പൗലോസ് തന്നെ എഴുതിയ മറ്റൊരു ലേഖനം വായിച്ചാലേ മനസ്സിലാകൂ. ലേഖനം മൊത്തം വായിക്കേണ്ട ഒറ്റ വാക്യം മാത്രം വായിച്ച് ബൈബിൾ അടച്ചാട്ട്. അത് എബ്രായ ലേഖനമാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. ആ വാക്യം വായിച്ചാട്ടെ. എന്താ കൃപയുടെ വ്യക്തത? എന്താ കൃപ, ദൈവകൃപ? അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, അവിടെ അല്പസമയം നിന്നേ പറ്റും. മിക്കവാറും അത് പറയുമ്പോൾ തന്നെ ഒരു വിടുതൽ അതിനകത്ത് ഒളിച്ചു കിടപ്പുണ്ട്. ആ വിടുതൽ വചനത്തിൽ നിന്ന് കാണിച്ച് നമ്മുടെ പ്രധാന ഊത് പറയാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. അപ്പോൾ പറയാൻ വന്നത് എന്താ ദൈവകൃപ. ഇനി ബൈബിൾ അടച്ചോ എന്നെ ശ്രദ്ധിച്ചാട്ടെ, നമുക്ക് ടൈം തീരെയില്ല. അല്ലെങ്കിൽ എന്താ ദൈവകൃപ എന്നറിയണമെങ്കിൽ ആ വാക്യത്തിലുണ്ട്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും, കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണേ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് വരണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ സഹോദരങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മൾ നഗ്നനേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ നമ്മൾ ക്രൈസ്റ്റ് ഏജ് ചർച്ചിൻ്റെ കഴക്കൂട്ടത്തെ ഹാളിനകത്തല്ലേ ഇരിക്കുന്നത്? ആണോ? ആണോ അല്ലേ? കാരണം നമ്മൾ ഇന്ന് രാവിലെ എവിടെയാണ് വന്നേ? ക്രൈസ്റ്റ് ഏജ് ചർച്ചിൻ്റെ കഴക്കൂട്ടത്തെ ഹാളിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ നഗ്നനേത്രം കൊണ്ട് നോക്കിയാൽ, അത് കണൻ്റെ കൂടെ പറഞ്ഞാൽ അല്പം ഗ്രഹിക്കാൻ പാടാ എബ്രായ ലേഖനമാണ്. അത് നഗ്നനേത്രം കൊണ്ട് നോക്കിയാൽ നമ്മൾ വന്നിരിക്കുന്നത് അവിടെയാണെങ്കിലും നമ്മുടെ ആത്മക്കണ്ണ് തുറന്നാൽ നമ്മൾ ഇരിക്കുന്നത് ഇവിടെ അല്ല. കാര്യം മനസ്സിലായൊരാ സ്തോത്രം പറഞ്ഞത്? ഒന്നും കൂടെ ആവർത്തിക്കാം, എല്ലാ സഹോദരങ്ങൾക്കും മനസ്സിലാകാൻ. കൃപ എന്താണെന്ന് അറിയണം. ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകൂ. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് തോന്നി ഹാളിനകത്ത്, പക്ഷെ ഇവിടെ എബ്രായ ലേഖന കർത്താവായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം അവിടെ അല്ല. നിങ്ങൾ വന്നിരിക്കുന്ന ആത്മക്കണ്ണൊന്ന് തുറന്നു നോക്കിയാൽ നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം അത് കൃപാസനമാണ്. ഇന്ന് രാവിലെ വന്നത് ക്രൈസ്റ്റ് ഏജ് ചർച്ചിന്റെ ഹാളിനകത്തല്ല, നീ നമ്മുടെ കർത്താവിന്റെ കൃപാസനത്തിന് മുമ്പിലാണ് വന്നിരിക്കുന്നത്. എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും? അവിടെ ഒന്ന് ഉറപ്പിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകൂ. ഞാൻ നിൽക്കുന്നത് കൃപാസനത്തിന് മുമ്പിലാ. നിങ്ങൾക്ക് എന്നെ കാണാം, എനിക്ക് നിങ്ങളെ കാണാം, പക്ഷെ ഇവിടെ ഒരുക്കപ്പെട്ടൊരു സിംഹാസനമുണ്ട്. അതിന്റെ പേര് ത്രോൺ ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്, കൃപയുടെ സിംഹാസനം. അത് കാണാൻ നഗ്നനേത്രം പോരാ, നമ്മുടെ ആത്മക്കണ്ണൊന്ന് തുറക്കാനിടയാകണം. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ്? ഉറക്കെ പറ, കൃപാസനത്തിന് മുമ്പിൽ. എന്ത് പറഞ്ഞാൽ ആ കൃപാസനത്തെ ഇരിക്കുന്നത് വിരിക്കാൻ സമയമില്ല, ഒറ്റ ബാക്കി പറയാം. നമ്മുടെ കർത്താവായിരിക്കുന്നത്, കർത്താവ് ഇരിക്കുന്നവരാ കൃപാസനത്തെ. ആ കൃപാസനത്തിന് മുമ്പിൽ അവന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, എല്ലാവർക്കും സ്തോത്രം പറയാൻ ഒരു വക. ഇന്നൊരു സൗഖ്യം കൊതിച്ച് നമ്മൾ ഇവിടെ വന്നെങ്കിൽ, ശ്രദ്ധിക്കണേ, ഇന്നൊരു സൗഖ്യം കൊതിച്ച് നമ്മളിവിടെ വന്നെങ്കിൽ നമ്മെ സൗഖ്യമാക്കാൻ അതിനു മുമ്പേ കർത്താവ് വന്നു. ഒരു നല്ല നന്ദി കാല സ്തോത്രം പറഞ്ഞാൽ ഇപ്പം വിടുതല സാർ. അതിന് അകത്ത് വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞാൽ ഇപ്പം തന്നെ രോഗബന്ധനം അഴിയും. അതിന് ഉപദേശ തലയൊക്കെ വെച്ച് ശാസിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വിശ്വാസത്തിന്മേൽ ദൈവാത്മാവിൻ്റെ കരം ചലിച്ചിരിക്കും. ശ്രദ്ധിക്കുക, നമ്മളൊരു സൗഖ്യം കൊതിച്ച് വന്നെങ്കിൽ അതിനു മുമ്പേ നമ്മെ സൗഖ്യമാക്കാൻ കർത്താവ് വന്നിട്ടുണ്ട്. നമ്മളൊരു വിടുതൽ കൊതിച്ചിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പേ വിടുവിക്കാൻ അവനിവിടെ വന്നിട്ടുണ്ട്. സാർ അത് വെറുതെ പറഞ്ഞാൽ ബൈബിളിൽ വാക്യമുണ്ട്, ഞാൻ വാക്യം പറയാം. അടുത്തത് നമ്മളൊരു അനുഗ്രഹം കൊതിച്ചാ ഇവിടെ വന്നതെങ്കിൽ അതിനു മുമ്പേ നമ്മെ അനുഗ്രഹിച്ചയക്കാൻ നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ബൈബിളിൽ ഒരു വാക്യം, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ അവരുടെ നടുവിൽ വരാമെന്നല്ല, ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. സഹോദരങ്ങളെ, ഇടയ്ക്കൊരു വാക്ക് പറയട്ടെ, ഇടയ്ക്ക് സമയമില്ല, ദൈവാത്മാ പറയാൻ പറയുന്നുണ്ട്. ഈ സഭയെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ കൂടെ ശ്രദ്ധിക്കാൻ, എക് പ്ലസ് കാലിയോ, ഇതെൻ്റെ വിഷയത്തിലുള്ളതല്ല, പക്ഷെ പറയാൻ ഒരു ദൂത് പറയാനാണ്. എക് പ്ലസ് കാലിയോ എന്ന വാക്കിൽ നിന്ന് എക്ലിഷ്യ എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത് എക്ലിഷ്യ എന്ന, എക്ലിഷ്യ അതായത് എക് പ്ലസ് കാലിയോ എന്ന വാക്കിൽ നിന്ന്. എക് പ്ലസ് കാലിയോ എന്ന് പറഞ്ഞാൽ കോൾ പ്ലസ് ഔട്ട് എന്ന, ഞാൻ ടോപ്പിക്ക് വിടുകയല്ല, നിങ്ങൾ ഒരു ദൂത് പറയാൻ. കോൾ പ്ലസ് ഔട്ട് എന്ന് പറഞ്ഞാൽ കോൾ വിളിച്ച് പുറത്തെടുക്കുന്നവൻ്റെ കൂട്ടമാണേത്
അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന പലപ്പോഴും ദിവദാസന്മാർ പറയുന്നത് സഭയെന്ന് പറഞ്ഞാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണെന്ത് സഭ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പണ്ട് പള്ളികളിലൊക്കെ പോയവരാ അല്ലേ? പള്ളിയും പള്ളിമേടയും പൂജയും പൂജാഗിരികളും വിട്ടൊക്കെ വന്നവരാ. നമ്മളായിരുന്ന പാരമ്പര്യത്തിൽ കിടന്ന് നമ്മളെ വിളിച്ച് വേർതിരിച്ചവരുടെ കൂട്ടമായത്. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? നമ്മുടെ മാതാപിതാക്കൾ വ്യത്യസ്തരായിരുന്നു, നമ്മുടെ കുലം വ്യത്യസ്തമായിരുന്നു, നമ്മുടെ കുടുംബം വ്യത്യസ്തമായിരുന്നു, നമ്മുടെ ഗോത്രങ്ങൾ വ്യത്യസ്തമായിരുന്നു, നമ്മുടെ ജീവിത അനുഭവങ്ങൾ വ്യത്യസ്തമായിരുന്നു. ആ അനുഭവത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് നമ്മെ വിളിച്ചു വേർതിരിച്ചവരുടെ കൂട്ടമാ എന്ത്? ഉറക്കെ പറ. അത് പറയാനല്ല പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം, നാട്ടിൽ ഇഷ്ടം പോലെ, തിരുവനന്തപുരത്ത് ഇഷ്ടം പോലെ സഭകളുണ്ട്. നിങ്ങൾക്ക് സ്വോത്രം പറയാൻ ഒരു വകയാ വരുന്നത്, ശ്രദ്ധിക്കണേ. ഇഷ്ടം പോലെ സഭയുണ്ട്. സഭ തട്ടിയിട്ട് ഇപ്പം നടക്കാൻ പറ്റാതിരിക്കുക. സ്വോത്രം പോട്ടെ, അല്ല, ഇഷ്ടം പോലെ സഭ തിരുവനന്തപുരത്തുണ്ട്. പക്ഷെ ഇതൊക്കെ സഭയാ. പക്ഷെ ഇത് ചർച്ച. പക്ഷെ ഇത് എല്ലാ ഹോളി ചർച്ച അല്ല. പിടികിട്ടിയില്ല? ഈ കേരളക്കരയിൽ ഇഷ്ടം പോലെ സഭകളുണ്ട്. അതൊക്കെ സഭയാണ്. പക്ഷെ എന്തല്ല? ഉറക്കെ പറ. ധൈര്യത്തോടെ, ഞാനല്ലേ പറഞ്ഞത്, ധൈര്യത്തോടെ പറഞ്ഞു, ലൈവ് പോകുന്നുണ്ട് സാറം. അതൊക്കെ എന്തല്ല? ഹോളി ചർച്ച് അല്ല. ഒരു ചർച്ച് ഹോളി ചർച്ച് ആകണമെങ്കിൽ വെള്ള ഡ്രസ് ഇട്ടോണ്ട് വരണമെന്നല്ല വാക്കിന്റെ അർത്ഥം. ഞാനും വെള്ള ഇട്ടേക്കുന്നത് അതുകൊണ്ടല്ല. ഒരു ചർച്ച് ഹോളി ചർച്ച് ആകണമെങ്കിൽ 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ അവരുടെ നടുവിലോട്ട്. ആശ മനസ്സിലായവർ പ്രതികരിച്ചു. ഉടവന സന്ധരാധരാധരാധര ഉടവരവലവലവല ശതലരകതരകടകൾ ഉടിവരാധര നിക്കമാന ഘടകൾ. എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാം? നമ്മുടെ ആലയത്തിനകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടുന്നെങ്കിൽ ഇതിനെ വിളിക്കാം ഹോളി ചർച്ച് എന്ന്. നമ്മുടെ സഭയ്ക്കകത്ത് ആത്മമണ്ഡലത്തിൽ ആരാധന വെളിപ്പെടുന്നെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ വിളിക്കാം ഇതിനെ ഹോളി ചർച്ച് എന്ന്. അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, പറയാൻ വരുന്ന വാക്ക് എൻ്റെ ടോപ്പിക്കിലേക്ക് മടങ്ങി വരണം സാർ. അത് പറഞ്ഞ് നമുക്ക് യാതും നമ്മൾ വ്യത്യസ്തതയും വ്യർത്ഥതയും ഒന്നും പറയില്ല. ഇത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക സാർ. അല്പസമയം എടുക്കുന്ന കാര്യം എന്തായി? കൃപ, ദൈവകൃപ. ഇത് ബേസിട്ടല്ല, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, എല്ലാ സഭയാ, പക്ഷെ എല്ലാം വിശുദ്ധ സഭ അല്ല. ഒരു സഭ വിശുദ്ധ സഭയാകണമെങ്കിൽ ആരും കൂടെ വരണം. ഉറക്കെ പറ. കർത്താവ് കൃപാസനം കൊണ്ടിറങ്ങി വരണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്വതം നിങ്ങൾ ഇവിടെ വന്നെന്നുള്ളത് നിങ്ങളെ നോക്കിയാൽ അറിയാം. ഞാനിതെങ്ങും പറയാത്ത കാര്യമാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള വചന വെളിപ്പാടാ. സ്വതം ഞാനിപ്പോൾ ഇവിടെ വന്നെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ലയോ? അറിയാം. ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഷിജു പാഷ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഇന്ന് ജോബിൻ എലീശ പാഷ ഇവിടെ ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക്, പാഷ ഇല്ലാത്തതുകൊണ്ട് പാഷ ശബ്ദമൊന്നും ഇവിടെ എന്ത് ചെയ്തില്ല, കേട്ടില്ല. അങ്ങനാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്നു, എലിശ പാഷ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു വിശ്വാസി വന്നില്ലെന്നിരിക്കട്ടെ. അപ്പോൾ സാർ ആൾ വന്നിട്ടില്ല, അതുകൊണ്ട് ശബ്ദം ഇവിടെ കേൾക്കുന്നില്ല അല്ലേ സാർ? അപ്പോൾ ഒരാൾ വന്നാൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ശബ്ദവും മുഴങ്ങും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ ഇതിൽ. അല്ല, അങ്ങനാണ് കർത്താവ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, സഭാനാഥൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ശബ്ദവും സാന്നിധ്യവും നിങ്ങൾ ഈ ചലിക്കുന്നത് അല്ല എന്റെ വാക്കിന്റെ ശബ്ദത്തിനല്ല, അവന്റെ സാന്നിധ്യത്തിന്റെ മേഖലയാ. ഉടവന സന്ധരാധര ഉടബല ബല 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 റിക്കമമമമമമ റിഖമമമമമ റിക്കന ഹതല രഗദര ഗടകൾ ഊടമമമ ദിക്കമനാദര റിബല ഹടഗല ഘടകൾ കടാന ഘടകൾ റിബാബബ ഹത്തനാദര റിക്കം മൽക്കദേര ഘടക ഓര കാമന ഹസ്തന പോര പോര പോര. അസാധാരണമായ ദൈവ ശബ്ദത്തിന്റെ ഇടപെടലുകൾ, ദൈവ ശബ്ദത്തിന്റെ ഇടപെടലുകൾ ഇന്ന് രാവിലെ ഇവിടെ വെളിപ്പെടാൻ ദൈവാത്മാവിന്റെ സാന്നിധ്യം കരുണതോന്നി ദൈവം വെളിപ്പെടുത്തോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെ, ആരൊക്കെയോ അഭിഷേകത്തിന്റെ അളവ് വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കണമെന്നല്ല, പ്രാർത്ഥിക്കുന്നവരുണ്ട്. എനിക്ക് ഈ ഒരു അഭിഷേകം പോരാ. സ്വരം അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കര ഉയർത്തി സ്തോത്രം പറ.
ഞാനൊരു വെളിപ്പാട് കണ്ടതുകൊണ്ടാണ്. സ്വതം വെറുതെ സ്തോത്രം പറയല്ലേ, പ്രാർത്ഥിക്കുന്നവരെ പറയാവൂ. കാരണം കർത്താവിന് ഒരു വെളിപ്പാട് കാണിച്ച ഒരു ഉറപ്പ് പറയാനാ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവന്റെ മെർക്കുറിയുടെ ഗ്രേഡ് ഉയർന്നു വരുന്നത് പോലെ, ഒരു വെള്ളം ഡാമിൽ കയറി വരുന്നത് പോലെ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ഇന്ന് രാവിലെ വെളിപ്പെടുത്തപ്പെടുന്ന യേശുവിന്റെ സാന്നിധ്യത്താൽ അസാധാരണമായ ഒരു അഭിഷേകത്തിന്റെ അളവ്. ഓ, നീ കൈവയ്ക്കുമ്പോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടത്തക്കവണ്ണം, നീ ചലിക്കുമ്പോ ദൈവപ്രവൃത്തി വെളിപ്പെടത്തക്കവണ്ണം, നീ സ്തോത്രം പറയുമ്പോ ദൈവപ്രവൃത്തി വെളിപ്പെടത്തക്കവണ്ണം. ശ്രദ്ധിക്കുക, നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരിക. സോദരൻ, എൻ്റെ സഹോദരങ്ങളെ, ചിലർക്ക് വേണ്ടി ഒരു വാക്കൂടെ പറഞ്ഞോട്ടെ. ഇതൊക്കെ കൃപയുടെ വ്യാപാരം, ഇതെല്ലാം കേട്ടോ. ഈ പത്രോസ് ചിലർക്ക് വേണ്ടിയാ, നിങ്ങളൊന്ന് മനസ്സിലായി. ഈ പത്രോസ് യേശുവിനെ കണ്ടുമുട്ടിയത് രണ്ട് പ്രശ്നങ്ങൾ കൊണ്ട്. ഒന്ന് ബിസിനസ്സിൽ പ്രശ്നം, രണ്ട് വീട്ടിൽ. നമുക്കൊക്കെയാണ് തൊഴിൽ പ്രശ്നം പറഞ്ഞാൽ വീട്ടിൽ ചെല്ല, വീട്ടിൽ പ്രശ്നമാണെങ്കിൽ തൊഴിൽ പോയിരിക്കുക. പത്രോസിന് രണ്ടിടത്തും പറ്റാത്ത പരുവത്തിലാണ്. വീട്ടിലും ഇരിക്കാൻ പറ്റിയല്ല, വീട്ടിൽ ഇരുന്ന അയ്യോ 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 എന്നുള്ള നിലവിളിയാണ്. വല്ല മനസ്സിലായോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം. പത്രോസിൻ്റെ അമ്മായിയമ്മ കഠിന ജ്വരം ബാധിച്ച് വൈദ്യനായ ലൂക്കോസ്, ഡോക്ടറായ ലൂക്കോസ് പറഞ്ഞു. ഡോക്ടർ ലൂക്ക് പറഞ്ഞു കഠിന ജ്വരം, എന്ത് പറയാം, കഠിന ജ്വരം എന്ന് പറഞ്ഞാൽ വിടുതലില്ലാത്ത വിഷയമാണ്. കഠിന ജ്വരം ബാധിച്ച് അയ്യോ 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 എന്നാണ് വിളിച്ചോണ്ടിരിക്കുക. അങ്ങനെ ആരും വിളിക്കല്ലേ, ഞാനങ്ങനെ പറഞ്ഞു. അയ്യോ എന്ന് വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയത് ഇന്ന് പ്രസംഗം. അയ്യോ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞ വാക്കന്നെ എന്നെ പറ. എൻ്റെ മലയാളികളില്ലയോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് മലയാളിയല്ലെന്ന് തോന്നുന്നു. സോറം, അല്ലെങ്കിൽ മലയാളികളില്ലയോ? അയ്യോ, നമുക്ക് ഇന്ന് പ്രസംഗമൊന്നുമില്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക, സമയം കഴിയുക. സോറം, അയ്യോ അയ്യോ, ഒരിക്കലും ആ വാക്ക് പറയില്ല. എന്നാ പറയല്ല? ആ കെട്ടൊന്ന് പൊട്ടട്ടെ. ഇന്ന് ഇതൊന്ന് എഡിറ്റ് ചെയ്തോണേ, ലൈവ് കട്ട് ചെയ്താലും കുഴപ്പമില്ല. കാരണം എന്ത് അയ്യോ അയ്യോ എന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്. അയ്യോ എന്ന വാക്ക്, ഞാൻ ആ വാക്ക് സഭയെ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കല്ല, നിങ്ങളത് കറക്റ്റ്. അയ്യൻ എന്ന വാക്കിൽ നിന്ന് വന്ന വാക്കാണേത്. അയ്യനെ വിളിക്കുന്ന വാക്കാണെന്തോ പറ. കാരണം ഹൈന്ദവര് അവരുടെ ദൈവങ്ങളെ വിളിക്കുന്ന വാക്കാണെന്ത്? നിങ്ങൾക്ക് മനസ്സിലായില്ല? അവരുടെ ദൈവങ്ങളെ പണ്ട് വിളിക്കുന്ന വാക്കാണെന്ത്? അയ്യൻ. അപ്പൊ ഒരു പ്രശ്നം വരുമ്പോ പെട്ടെന്ന് ആരെ അവർ വിളിക്കുക? എന്തൊരു ശാന്തതയാന്ന് നോക്കിയേ. സ്വർഗം പോലും ഇത്ര ശാന്തമല്ലായിരുന്നു. അവരുടെ ദൈവത്തെ വിളിക്കുന്ന വാക്കാ എന്താ? അത് പെന്തക്കോസ്തുകാരൻ വിളിക്കരുത്. നമുക്ക് വിളിക്കാൻ നല്ലൊരു വാക്കുണ്ട്, എൻ്റെ കർത്താവേ എന്നൊരൊറ്റ വിളിച്ചാൽ മതി. ഒന്ന് കര ഉയർത്തി, അത് തന്നെ, ഒന്ന് കര ഉയർത്തി സ്തോത്രം പറയണം. ഇന്ന് ഞാൻ വന്നിട്ട് ആ കെട്ടയിലും പൊട്ടട്ടെ, ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. അല്ലെങ്കിൽ സാർ, ഒരു പ്രശ്നം വരുമ്പോൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുതാത്തൊരു വാക്ക് അതാണ്. നമ്മൾ വിളിക്കേണ്ട വാക്കെന്നാ? എൻ്റെ കർത്താവേന്നോ, എൻ്റെ ദൈവമേന്നോ, എൻ്റെ യേശു എന്നൊരൊറ്റ വിളിക്കാവൂ. അല്ലാതെ ഒരു വാക്ക് എന്ത് ചെയ്യരുത്. മനസ്സിലായവരൊക്കെ കര ഉയർത്തി സ്തോത്രം പറഞ്ഞാൽ പോട്ടെ, എനിക്ക് സമയമില്ല. അപ്പോൾ സ്വന്തം പറയാൻ വന്ന വാക്ക്, ആ വാക്യം ഇങ്ങനെയാണ് കിടക്കുന്നത്. എന്താ? കൃപയെന്നെങ്കിലും പറഞ്ഞ് ഞാൻ നിർത്താൻ പോകുക. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള, ഉറക്കെ പറഞ്ഞേ, കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൽ വരണം. സ്വന്തം കർത്താവിൻ്റെ ദാസന്മാർ എന്നോട് സമയം പറഞ്ഞു, കൃത്യസമയം നമ്മൾ നിർത്തും. കൃത്യസമയത്ത് പ്രസംഗം തീരത്തില്ല, കൃത്യസമയത്ത് നമ്മൾ നിർത്തും. കാരണം ഇന്നത്തെ മെസ്സേജ് അത്രയ്ക്ക് ഡെപ്തുള്ള ഒരു ഭാഗം പറഞ്ഞ് നിർത്തുക. അപ്പോൾ പറയാമോ, നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ്? കൃപാസനത്തിൽ. അപ്പോൾ അവിടെ നിങ്ങൾ ആ വാക്യം നോക്കിയേ, കുഞ്ഞുങ്ങളും കൂടെ ശ്രദ്ധിച്ചേ. അപ്പോൾ കൃപാസനത്തിൽ വന്നാൽ രണ്ട് കാര്യം കിട്ടുമെന്ന് അവിടെ കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം മനസ്സിലാകാൻ. ഇന്ന് രാവിലെ നിങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് കാര്യം കിട്ടും. നിങ്ങളെന്നല്ല, നമ്മളിവിടെ വന്നതുകൊണ്ട് നമുക്ക് രണ്ട് കാര്യം കിട്ടും. ഒന്ന്, ആ വാക്യം നിങ്ങൾ നോക്കിയേ, അതുകൊണ്ട് കരുണ ലഭിപ്പാൻ. അപ്പോൾ നമുക്ക് ഒന്നാമത് കിട്ടുന്ന കാര്യം എന്നാ? വചനം കൂടെ പഠിച്ച് നമുക്ക് ഒന്നാമത് ലഭിക്കുന്ന കരുണ കിട്ടാൻ, അടുത്തത് തത്സമയത്തിനുള്ള സഹായത്തിനുള്ള സമയമൊക്കെ പിന്നെ നമുക്ക് വരാം, കൃപ. അപ്പം നമുക്കിവിടെ വന്നാൽ, ഇന്നിവിടെ വന്നതുകൊണ്ട് എന്തോ കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യത്തോടെ പറയാം, ഒന്ന് കരുണ കിട്ടി, ഉറക്കെ പറ, രണ്ട് കൃപ കിട്ടി.
സഹായമൊക്കെ പിന്നെ വരാം. ആദ്യം നമുക്ക് കൃപ പഠിച്ചു സഹായത്തിലേക്ക് വരാം. അപ്പോൾ നമുക്ക് കൃപ ലഭിക്കുന്നു, കൃപ ലഭിക്കുന്നു. ശ്രദ്ധിക്കണേ. അപ്പോൾ ഒന്ന് കരുണ ലഭിച്ചു. ഈ ക്ലോക്ക് ശരിയല്ല കേട്ടോ, നിങ്ങൾ അങ്ങോട്ട് നോക്കല്ലേ, ഞാൻ നോക്കുന്നുണ്ട് സ്വതം. കാരണം അതേ നോക്കിയിരുന്നിട്ട് ഉള്ള അന്തരീക്ഷം കളയല്ലേ സ്വതം. അത് 10 മിനിറ്റ് നേരത്തെ വെച്ചേക്ക്. എൻ്റെ സമയത്ത് വാച്ച നോക്കിയിട്ടാണ് ടൈം എഴുതി തന്നേക്കുന്നത്. കൃത്യസമയത്ത് എൻ്റെ വാച്ച പറഞ്ഞ ടൈം പേപ്പർ ഇവിടെ കിടപ്പുണ്ട്, ഞാൻ ആ പേപ്പർ നോക്കുന്നുണ്ട്. കൃത്യസമയത്ത് എൻ്റെ വാച്ച സമയമാകുമ്പോൾ ഞാൻ നിർത്തും. ഒന്ന് സ്വതന്ത്രം പറഞ്ഞിട്ട് അത് തന്നെ സ്വതന്ത്രം ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പ്രശ്നം ആകപ്പാടെ ഇനി 10 മിനിറ്റേ ഉള്ളൂ, ഇതാകുമ്പോൾ ഇനി സമയമുണ്ട്. സ്വതന്ത്രം പറഞ്ഞാൽ അത് തന്നെ. അപ്പോൾ പറയാം, ഞാൻ വാച്ച തിരിച്ചു വെച്ചതല്ല, കറക്റ്റ് ടൈം എൻ്റെ വാച്ച. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കര ഉയർത്തിക്കേ. ആരുമില്ല. അത് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ പറയാൻ വന്നത് ഒന്ന് കരുണ ലഭിക്കാൻ, 2 എൻ്റെ പൊന്നു പാസ്റ്ററെ പ്രശ്നമാണ്. ഞാൻ പ്രസംഗശൈലി വിട്ടു കേട്ടോ. നമ്മൾ കാര്യം പറയുന്ന പോലെ പറയും, എങ്ങനെ മനസ്സിലാകൂ. എൻ്റെ പാസ്റ്റർ, നമ്മൾ കരുണയ്ക്ക് പകരം കൃപയും പറയും, കൃപയ്ക്ക് പകരം അല്ലേ? ഇപ്പം ഇവിടെ കരുണയും കൃപയും ഒന്നാണോ? പറ. അല്ല, ആണെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരെ? ഇവിടെ പൗലോസ് രണ്ടും പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം കരുണ വേറെ. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, അതെങ്കിലും ഒന്ന് അതിൻ്റെ ഒരു ക്യാപ്സുളൊക്കെ നിങ്ങളുടെ ഉള്ളിടാൻ വേണ്ടി. കരുണ വേറെ. നമ്മളാണ് മേഴ്സിക്ക് പകരം ഗ്രേസ് പറയും, ഗ്രേസിന് പകരം മേഴ്സി പറയും. രണ്ടും രണ്ടാ. ദൈവശാസ്ത്രപരമായി തിയോളജിക്കലി കരുണയുടെ ഓപ്പോസിറ്റാ കൃപ. നമ്മുടെ വിഷയം കൃപയാ. നമുക്ക് കൃപ അത്രയും പറഞ്ഞു നിർത്താൻ വ്യത്യസ്തത ഒന്നും കയറുന്നില്ല. അപ്പൊ കരുണ വേറെ. അതുകൊണ്ടാ പറഞ്ഞത് ഇത് 2 കിട്ടുമെന്ന്. അത്ര നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞ പ്രശ്നം. ആ പാസ്റ്റർ വന്ന ചോദിച്ചാൽ മേഴ്സിയുടെ എതിരാ ഗ്രേസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അടിയുണ്ടാക്കാനാ ഞാൻ അങ്ങനെ. അത് നമ്മുടെ മനുഷ്യൻ്റെ പേരല്ല പറഞ്ഞത്. കരുണ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്നാ? മേഴ്സി. കൃപ എന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഗ്രേസ്. മേഴ്സിയുടെ ഓപ്പോസിറ്റ് ആണെന്ത്? പറ. നമുക്ക് സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് അർത്ഥം പറയാം. മേഴ്സി എന്ന് പറഞ്ഞ കരുണ എന്നതിൻ്റെ തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ, ദൈവശാസ്ത്രപരമായ നിർവചനം എന്ന് പറയുന്നത് അർഹതപ്പെട്ടത് തരാതിരിക്കുക എന്നാണ്. നിങ്ങൾ എന്നെ ഞെട്ടിയൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ തിരുവനന്തപുരക്കാരനാണ്, തെറ്റിയിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു. നിങ്ങളെ നോക്കുന്ന ആൾക്കാർ എനിക്കറിയാമല്ലോ. അല്ല, കരുണ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെയാണ് അർഹതപ്പെട്ടത് എന്ന് പറഞ്ഞാൽ. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നതുകൊണ്ട് എനിക്കൊന്നാമത് കിട്ടിയത് കരുണയാണ്. കരുണ എന്ന വാക്കിന്റെ അർത്ഥം എന്നാണ്? എനിക്ക് അർഹതപ്പെട്ടത് എൻ്റെ ദൈവം തന്നില്ല എന്ന വാക്കിന്റെ അർത്ഥമാണെന്ത്? കാര്യം മനസ്സിലായ ഒരു പതുക്കെ സ്തോത്രം പറഞ്ഞു തുടങ്ങി. യഥാർത്ഥത്തിൽ എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് അർഹതപ്പെട്ട എന്നാന്നറിയാമോ? എനിക്കെന്നല്ല, നമുക്കെല്ലാം അർഹതപ്പെട്ടത് നിത്യ ശിക്ഷാവിധിയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇപ്പോഴത്തെ കാര്യമല്ല. ഇപ്പോഴും അതൊക്കെ തന്നെയൊക്കെ. ഈ കഴിഞ്ഞ ഒരാഴ്ച ഒരു തെറ്റ് ചെയ്യാത്തവരൊക്കെ കര ഉയർത്തി സ്തോത്രം പറ. ഒരു കുഴപ്പമില്ല, പാസ്റ്ററോട് ഞാൻ പറയത്തില്ല. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ആരുമില്ലല്ലോ. അപ്പം നമുക്ക് ഇന്ന് രാവിലെ എന്തോ വേണം? അപ്പം ആ ചെയ്തതിനൊക്കെ തോണം നമ്മുടെ നാട്ടുഭാഷ പറയാം, കൊളോക്കിയല സ്വതം. നല്ല ചുട്ട അടിയാണ് നമുക്ക് കിട്ടേണ്ടത്. കൊളോക്കിയല ന്യായവിധി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകില്ല. നല്ല വടി വെട്ടി വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ സർവശക്തൻ. ഇവിടെ വന്ന് പറ്റിപ്പോയെന്നൊരു വാക്ക് പറ. അപ്പം എല്ലാ ആഴ്ചയിലും വന്നത് പറയല്ലേ, അത് എസ്കേപ്പിസമാ. ഇന്ന് രാവിലെ ഇത് കാര്യം മനസ്സിലായി. തെറ്റിപ്പോയി, പറ്റിപ്പോയി, ക്ഷമിക്കണം, കർത്താവിൻ്റെ രക്തത്താൽ ഒന്ന് കഴുകണം എന്ന് പറയുമ്പോൾ വെട്ടിവെച്ച വടി താഴെ വെച്ചതിൻ്റെ പേരാണെന്ത്? പറ. കരുണ. നിങ്ങൾ എന്നോട് ഉണ്ടോ? കരുണ എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ട നിത്യ ശിക്ഷാവധി വേണ്ട എന്ന് വെച്ചതിൻ്റെ പേര് കരുണ എന്നാണ്. പക്ഷെ നമ്മുടെ അപ്പൻ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. സ്വർഗത്തിലെ അപ്പന് ഒരിക്കലും അവൻ കരുണ മാത്രമല്ല തരുന്നത്, അവൻ കരുണ തന്നാൽ കൂടെ തരുന്നൊരു കാര്യമുണ്ട്, കൃപയും കൂടെ തരും. ഇന്ന് അത് രാവിലെ പ്രാപിച്ചോണ്ടേ പോകാവൂ. കരുണയെ നമുക്ക് പ്രാപിക്കണം. ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താ കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? കൃപ നമ്മളെല്ലാവരും പെട്ടെന്ന് പറഞ്ഞ വാക്കാണ് അൺമെറിറ്റഡ് ഗിഫ്റ്റ്. എന്താണ് അൺമെറിറ്റഡ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? അർഹതയില്ലാത്ത ദാനം. സ്വന്തം. കൃപയ്ക്ക് 3 ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. 3 ഇൻ്റർപ്രിട്ടേഷൻ, അതായത് 3 നിർവചനം. അതുകൂടെ പറഞ്ഞ് നമുക്ക് ഒരു വാക്കൂടെ പറഞ്ഞ് ബൈബിളിൽ ഒരു വാക്യം കൂടെ കാണിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വന്തം. കൃപയ്ക്ക് 3 നിർവചനമുണ്ട്. ഒന്നാമത്തത് അൺമെറിറ്റഡ് ഗിഫ്റ്റ്, അർഹതയില്ലാത്ത ദാനം. രണ്ടാമത്തെ നിർവചനം എന്ന് പറഞ്ഞാൽ, ഡെഫിനിഷൻ എന്ന് പറയുന്നത് പ്രഷ്യസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വില മതിക്കാനാകാത്ത ദാനം. എന്താണ്? വില മതിക്കാനാകാത്ത ദാനം. മൂന്നാമത്തെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, ദാതാവിന് മുതൽ മുടക്കുള്ളതും
സ്വീകർത്താവിന് മുതൽ മുടക്കില്ലാത്ത ദാനം. നിങ്ങൾക്ക് ആർക്കും ഒരു സ്തോത്രം പറയാൻ തോന്നുന്നില്ല. കരുണ എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? അർഹതപ്പെട്ട ശിക്ഷാവിധി തരാതിരിക്കുക. ഓക്കെ, നമ്മൾ അംഗീകരിച്ചു. അത് മാത്രമല്ല കിട്ടുന്നത്, നമുക്ക് എന്തോ കൂടെ തരും. ഉറക്കെ പറ, കൃപ കിട്ടും. കൃപയെന്ന് പറഞ്ഞാൽ ഒന്ന്, അർഹതയില്ലാത്ത ദാനം. എനിക്കൊരർഹതമില്ലാത്ത ദാനം തരുന്നവരെ കൃപ. അതൊക്കെ എനിക്ക് തെളിയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ശ്രോതം, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് ഒറ്റ വാക്ക് മാത്രം പറയാം. ഞാൻ എൻ്റെ പറമ്പിൽ, ഇവിടുത്തെ തിരുവനന്തപുരത്ത് എൻ്റെ പറമ്പിൽ രാവിലെ ഒരാളിനെ പണിയാൻ വിളിച്ചെന്നിരിക്കട്ടെ. എന്താ ഈ കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം പറയാൻ? അതങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല, എങ്കിലും ഒന്ന് മനസ്സിലാകാൻ. ഞാൻ പണിയാൻ വിളിച്ചു, ഒരാളിനെ പറമ്പിൽ പണിയാൻ വിളിച്ചു. 1000 രൂപ പറഞ്ഞൊത്തു. രാവിലെ അദ്ദേഹം പണി തുടങ്ങി. വൈകിട്ട് 5 മണിയാകുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ എത്ര കൊടുക്കണം? പറ. 1000 രൂപ. ഞങ്ങൾ നമ്മളുടെ എഗ്രിമെന്റ് വെച്ച് എത്ര കൊടുത്താൽ മതി? നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. 1000 രൂപ. അദ്ദേഹം പറഞ്ഞ കൂലി അദ്ദേഹം ചെയ്തു, ഞാൻ പറഞ്ഞ കൂലി ഞാൻ കൊടുക്കണം. എത്ര കൊടുക്കണം? 1000 കൊടുക്കണം. എന്നാൽ ഈ കൊടുത്ത കൂട്ടത്തിൽ ഞാനൊരു പുതിയ, അല്ലെങ്കിൽ എന്താ പറയുക, രാംരാജിൻ്റെ മുണ്ടും, ഡബിൾ മുണ്ടും, ഒരു നല്ല ഒന്നാമത്തെ ലൂയി ഫിലിപ്പിൻ്റെ ഒരു ഷർട്ടും കൂടെ മേടിച്ച് അദ്ദേഹത്തിന് കൊടുത്താൽ, പുതിയത് ഇട്ടതല്ല, പുതിയത്, ശ്രദ്ധിക്കണം, പുതിയ ഒരെണ്ണം മേടിച്ച് കൊടുത്താൽ ഈ കൊടുത്ത സാധനമാണെന്ത്? യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അർഹനാണോ? അദ്ദേഹം 1000 രൂപയ്ക്ക് അർഹനുള്ളൂ. അതാ ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഞാൻ കൊടുത്ത അല്ലെങ്കിൽ ഈ സാധനം അത് അർഹതയില്ലാത്ത ദാനം. ഒരർഹതയും വിളിക്കില്ല. പക്ഷെ എന്റെ മനസ്സോടെ ഞാൻ കൊടുത്തതാ. അതാ കൃപയുടെ ഒന്നാമത്തെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, കുഞ്ഞെ, നിന്റെ വിദ്യാഭ്യാസം കൊണ്ടോ, നിന്റെ കുലത്തിന്റെ കഴിവ് കൊണ്ടോ, നിന്റെ കുടുംബ ശ്രേഷ്ഠത കൊണ്ടോ, നിന്റെ പണം കൊണ്ടോ നേടാൻ കഴിയാത്ത, അല്ല നിനക്കൊരു അർഹതമില്ലാത്ത ചിലതൊക്കെ സ്വർഗം വെച്ച് നീട്ടുന്ന ആ അപ്പന്റെ പിതൃസ്നേഹമില്ലേ, അതിന്റെ പേരാ ദൈവകൃപ. രാവിലെ തൊട്ട് ഈ സഭയിൽ മുഴങ്ങുന്നുണ്ട് സഹോദരങ്ങളെ. പറ, കർത്താവേ, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഞാൻ അങ്ങ് മാറ്റി വെക്കുക. മുമ്പേ കയറി വന്ന വിഷയമല്ലേ അത്. ഈ അവസാന നിമിഷവും കൂടെ കർത്താവ് കൊണ്ടിരുന്നു. അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഞാൻ മാറ്റി വെക്കുക. അതൊന്നും അതിൻ്റെ അളവിലൊന്നും അല്ല. നിന്റെ കൃപയ്ക്കൊത്തവണ്ണം എന്നെ ഒന്ന് ആദരിക്കണമെന്ന് പറഞ്ഞാൽ എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും? അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാം, കർത്താവേ, എൻ്റെ എഡ്യൂക്കേഷൻ ലെവൽ വെച്ച്, എൻ്റെ ഇന്നലത്തെ എക്സ്പീരിയൻസ് വെച്ച്, എൻ്റെ കരിയർ വെച്ച്, എൻ്റെ കാലിബർ വെച്ച്, എൻ്റെ പെർഫോമൻസ് വെച്ച് എന്നെ ആദരിക്കണമെന്നല്ലേ? ആ വാക്ക് നീ വിട്ടച്ച് വിളിച്ചു പറ, തമ്പുരാനെ, അങ്ങനൊക്കെ ആദരിക്കാൻ തുടങ്ങിയാൽ അതിന് ചില ലിമിറ്റേഷനുകൾ വരും. എന്നാൽ നിന്റെ കൃപയെന്ന് പറയുന്നത് അങ്ങയുടെ മഹത്വത്തിനൊത്തവണ്ണമാ. ഇന്ന് ആ വിഷയത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാനിടയായാൽ അവന്റെ കൃപയുടെ വല്ലഭത്വം എന്തെന്ന് നിന്റെ ജീവിതത്തിൽ ഭൗതിക മണ്ഡലങ്ങളിൽ, ആത്മീയ മണ്ഡലങ്ങളിൽ തെളിയിക്കാൻ എന്റെ ദൈവം വിശ്വസ്തന്. ഒന്ന് കര ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ അധികം മെറ്റീരിയൽ ബ്ലെസ്സിങ്, ഭൗതിക നന്മകൾ പറയാറില്ല. എങ്കിലും സഹോദരങ്ങളെ, നിങ്ങൾ പലരും, അല്ലെങ്കിൽ ചെറുപ്പക്കാർ, യൗവനക്കാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒരു വാക്ക് പറയാം. ആളും അഡ്രസ്സും ഒന്നുമില്ല, സ്ഥലം മാത്രം പറയാം. ഒരിക്കൽ 2010 ഞാൻ ദുബൈ ചെന്നപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പിരുന്ന ഒരു സഭയിലെ ഒരു സഹോദരനെ കർത്താവിൻ്റെ വേലയ്ക്കായി പ്രാർത്ഥിച്ചിറക്കി സ്വതം. അപ്പോൾ അതിനുശേഷം വർഷങ്ങൾക്ക് മുമ്പ് സ്വതം അദ്ദേഹം കർത്താവിൻ്റെ വേലയിൽ അദ്ദേഹം ദുബൈ വർക്ക് ചെയ്യുകയും അപ്പോൾ തന്നെ അദ്ദേഹം കർത്താവിൻ്റെ വേലയും ചെയ്തു. അവിടെ ഒരു സഭയുടെ പാസ് അവിടെ ഇരിക്കപ്പെടാൻ ഞാൻ 2010 അവിടെ ശുശ്രൂഷിക്കുന്നത്. ഞാൻ ചെന്നെന്നറിഞ്ഞുകൊണ്ട് വിരിക്കുന്നില്ല കേട്ടോ. ഞാൻ ഒറ്റ വാക്ക് നിങ്ങൾക്ക് എന്താ കൃപയെന്ന് പറയാൻ വേണ്ടി, ഭൗതികം പറഞ്ഞെന്ന് പറയല്ലേ, പക്ഷെ പറയാൻ ദൈവാത്മാവ് നിർബന്ധിക്കുന്നു. സാർ, അതുകൊണ്ടാണ് ഞാൻ 2010 അവിടെ ചെന്നപ്പോൾ എന്നെ ഇദ്ദേഹം വിളിച്ചു. ആളുടെ പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ വന്നെന്ന് കേട്ടല്ലോ. ഞാൻ പറഞ്ഞു, ഇവിടെ ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞത്, സാറേ, പാസ്റ്റർ പോകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിലൊന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ പോരുന്നതിൻ്റെ 2 ദിവസം മുമ്പ്, മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ വണ്ടി കൊണ്ട് വന്നത് ലാൻഡ് ക്രൂയിസർ. അതിനാ വന്നത് അറിയാമല്ലോ, ഇപ്പോൾ ലാൻഡ് ക്രൂയിസറൊക്കെ അറിയാം, വലിയ വണ്ടിയാണെന്ന് പറയേണ്ട കാര്യമില്ല, ഇവിടെ സംഭവം ഉണ്ടോ സാറേ. ലാൻഡ് ക്രൂയിസർ അല്ല വന്നത്. ഞാൻ കയറി സാറേ, ഏണി വെച്ചൊക്കെ കയറി ഞാൻ അവിടെ ചെന്നു സാറേ. അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോകുന്നത് ഒരു 3 ആൾ പൊക്കമുള്ളൊരു മതിൽ. ശ്രദ്ധിക്കണേ, 3 ആൾ പൊക്കമുള്ള മതിൽ. അവിടെ 3 ആൾ പൊക്കമുള്ളൊരു ഗേറ്റ്. സാറേ, അദ്ദേഹം ചെന്ന് ലാൻഡ് ക്രൂയിസർ എന്നപ്പോൾ തന്നെ നമുക്കറിയാം, ഹല്ലേലൂയ, അന്നൊക്കെ അവിടെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് തന്നെ എന്ത് ചെയ്തു, ഡോറൊക്കെ മാറി. ഞാൻ ചെന്നപ്പോൾ ഒരു കൊട്ടാരത്തിനും, ഞാൻ ചെന്തിനാണ് ഇവിടെ കൊണ്ടുവന്നേ. ശ്രദ്ധിക്കണേ, എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? ഞാൻ ഭൗതികം പറഞ്ഞെന്ന് പറയല്ലേ സാറേ. എന്തിനാ എന്നോട് ഞാൻ ചോദിച്ചു, എന്നെ പറഞ്ഞ നിങ്ങളെന്തിനാ ഈ ഷെയ്ഖിൻ്റെ കൊട്ടാരത്തിൽ? എന്നോട് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്നത് ഇതിനകത്താണ്. ഷെയ്ഖിൻ്റെ അടുക്കളപ്പറമ്പിലല്ല, ഈ കൊട്ടാരത്തിൽ. എനിക്ക് എൻ്റെ ജർമ്മൻ കമ്പനി എനിക്ക് തന്നിരിക്കുന്ന അക്കോമഡേഷൻ ഈ കൊട്ടാരം, ഷെയ്ഖിൻ്റെ പാലസ്.
ബാക്കിയൊക്കെ വിവരിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു സഹോദര, കല്ല ഇദ്ദേഹത്തിൻ്റെ കുടുംബവും അപ്പനെയും അമ്മയൊക്കെ എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പണ്ടത്തെ നിലവാരം അറിയാം. ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നെ നിങ്ങളെങ്ങനെ ഇതിനകത്ത് വന്നത്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതിനറിയാമോ, പാസ്റ്റർ എൻ്റെ കീഴിൽ 2010 എൻ്റെ കീഴിൽ 12 എംടെക്കുകാർ ജോലി ചെയ്യുന്നുണ്ട്. എത്ര പേരാ? എൻ്റെ കീഴിൽ 12 എംടെക്കുകാർ. എത്ര ബിടെക്കുകാരുണ്ടെന്ന് പോലും എനിക്കറിയില്ല. 2000 നിങ്ങൾ ഇത് 15 വർഷം മുമ്പ്, അന്ന് എംടെക്കൊക്കെ കേരളത്തിൽ കുറവാണ്. അത്രത്തോളം 12 എംടെക്കുകാർ എൻ്റെ സബോർഡിനേറ്റ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ പേര് പറയാത്തോണ്ട് പറയാം. 10ാം ക്ലാസ് ജയിച്ചിട്ടില്ല. എന്നാ? അത് തന്നെ സാറേ, 10ാം ക്ലാസ് ജയിച്ചിട്ടില്ല. സ്വന്തം പേര് പറയാത്തോണ്ടാണ് പറയുന്നത്. സാറേ 10ാം ക്ലാസ് ജയിച്ചിട്ടില്ല. 10ാം ക്ലാസ് തോറ്റുപോയത് കൊണ്ട് അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ അന്ന് അലക്സിൻ്റെ IT, പത്തനംതിട്ടക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പിതാക്കന്മാർക്കറിയാം, ഇപ്പം അതില്ല. പണ്ട് അലക്സിൻ്റെ IT എന്ന് പറയുന്ന അലക്സ് നടത്തിയ ഒരു IT ഉണ്ടായിരുന്നു, 1 വർഷത്തെ കോഴ്സ്. അതിനകത്ത് 1 വർഷത്തെ ഇലക്ട്രിക്കൽ പഠിച്ചേച്ച് വിദേശത്ത് പോയ, ബോംബെയിൽ നിന്ന് വിദേശത്ത് പോയ ആളാ. ഇന്നും 10ാം ക്ലാസ് ജയിച്ചിട്ടില്ല. പറഞ്ഞത് കൃപ നിന്നെ വെളിപ്പെട്ടാൽ. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കുക, ഒരു പ്രത്യേകത ഉണ്ട്. അതുകൂടെ പറയാതിരുന്നാൽ ശരിയാകില്ല. അല്ലെങ്കിൽ സഭ, അദ്ദേഹത്തിൻ്റെ സഭയെ ഞാൻ പോയി, അദ്ദേഹത്തിൻ്റെ സഭ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കൂടെ മുമ്പിൽ വന്നിരുന്ന് മുഴങ്കാലിരുന്ന് 3 മണിക്കൂർ ആരാധിക്കും. ശരം അല്ലെങ്കിൽ തൊഴില് 12 എംടെക്കുകാർ ഓഫീസിൽ ഇരിക്കും. പക്ഷെ ആരാധനയ്ക്ക് വരുമ്പോ സർവശക്തന് കൊടുക്കേണ്ട ബഹുമാനം ഇന്ന് ഞാൻ ആത്മാവി പിന്നെ പറയുന്നു. ദൈവത്തിനൊത്തവണ്ണം മഹത്വം കൊടുക്കാനിടയായാൽ, അവന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം കൊടുക്കാനിടയായാൽ, ഈ രാവിലെ മെറ്റീരിയൽ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നു. നീ ചിന്തിക്കുന്ന നിന്റെ കാരിയറിനും നിന്റെ കാലിബറിനും നിന്റെ എഡ്യൂക്കേഷനും നിന്റെ എക്സ്പീരിയൻസിനും അപ്പുറം ആദരിക്കാൻ ദൈവം വിശ്വസ്തന്. ഒന്ന് കരവുയർത്തിയ സ്വോത്രം പറഞ്ഞു. ഞാൻ എല്ലാം കാച്ചി കുറുക്കി പറഞ്ഞ് നിർത്താൻ പോവുക. ഇനി ഞാൻ അടുത്ത വിഷയത്തിലേക്ക് വരുന്നില്ല. എങ്കിലും ഒരു വാക്ക് പറയാം. ഇദ്ദേഹത്തിന് ആ ജോലി കിട്ടിയ എങ്ങനെ അറിയോ? ഒരു ജർമ്മൻ കമ്പനിയാണ്. അതുകൂടെ പറയാതിരുന്നാൽ കർത്താവിനോടുള്ള അവിശ്വസ്തയായി പോകും. ജോലി കിട്ടിയെന്നെ അറിയോ? ആ ജർമ്മൻ കമ്പനി ബോൺ അഗൈൻ ഒരു വിശ്വാസിയുടെയാണ്. മനസ്സിലായില്ല? ആ ജർമ്മൻ കമ്പനി അറിയാം, ഒരു ജർമ്മൻകാരനായ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന അതിൻ്റെ CEO, അതിൻ്റെ MD+CEO എന്ന് പറയുന്നത് ഒരു ജർമ്മൻകാരൻ, ഒരു ബോണഗൈനാണ്. അല്ലെ, അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ ഈ ജോലിക്കെടുത്തത് നിന്റെ വിദ്യാഭ്യാസം ഇല്ലായ്മയല്ല, നിന്റെ തലയിലുള്ള ദൈവകൃപയാണ്. എനിക്ക് വേണ്ടത് യോസഫിനെ പോലെ കൃപയുള്ള ഒരുത്തനെയായി എൻ്റെ മിഡിൽ ഈസ്റ്റിന്റെ ദുബൈയുടെ ഹെഡ് ഓഫീസ് ഇരിക്കാൻ എനിക്ക് വേണ്ടത് കൃപയുള്ള ഒരുത്തനെയാ. എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും? അല്ല, ഞാൻ പോയി കണ്ടിട്ടാ പറഞ്ഞത്, ദൈവ വൈതലേ, നമ്മുടെ സകല മേഖലകളും മാറ്റിവെച്ച് വിളിച്ചു പറ, ദൈവ കൃപയെ ഞാൻ ആശ്രയിക്കുന്നെന്ന്. പോട്ടെ സാറേ, ഞാൻ ഇവിടെ വെച്ച് കാച്ചിക്കുറുക്കി പറഞ്ഞ് നമ്മുടെ അടുത്ത കൃപ എന്താണെന്ന് പറയാൻ വേണ്ടിയാ. അപ്പോൾ ഒന്ന് എന്താണ്? അൺമെറിറ്റഡ് ഗിഫ്റ്റ്. 2 പ്രഷ്യസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വില മതിക്കാനാകാത്ത, വിലയേറിയ ദാനമെന്നല്ല, വില മതിക്കാനാകാത്ത. പറ, നമ്മുടെ കയ്യിരിക്കുന്ന ഫോണിന് വിലയേറിയതാ അല്ലേ? പക്ഷെ വില മതിക്കാൻ പറ്റും. വില മതിക്കാൻ, എത്ര വില മതിക്കാൻ നോക്കിയാലും വില മതിക്കാൻ പറ്റാത്ത ദാനം, അതാ പ്രഷ്യസ് ഗിഫ്റ്റ്. 3ാമത്തെ ഒരു അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, ദാതാവിന്, തരുന്നവന് മുടക്കൊണ്ട്, മേടിക്കുന്നവന്. മനസ്സിലായോ? ദാതാവിന് മുതൽ മുടക്കൊണ്ട്, സ്വീകർത്താവിന് ഒരു മുടക്കും. കൈ നീട്ടി നിന്നാ മതി ആ ദാനം. അതുകൊണ്ടാ പറഞ്ഞ നിങ്ങൾക്ക് ലഭിച്ച പറ ദൈവകൃപ. ദൈവകൃപ, കരുണയുടെ കാര്യം പൗലോസ് പറഞ്ഞില്ല. കരുണ ലഭിച്ചത് കൊണ്ടാ ഇവർ സഭയെ വന്നവരോട് പറയാ, കരുണയുള്ളത് കൊണ്ട് നീ ഇതിനകത്ത് വന്നത്. ഇവിടെ വന്നത് കൊണ്ട് നിനക്ക് കരുണ മാത്രമല്ല ലഭിച്ചത്, ദൈവകൃപയും കൂടെയാ ലഭിച്ചത്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. എൻ്റെ മുമ്പിൽ ഇനി 5 മിനിറ്റ് കൂടെ ഉണ്ട്. 5 മിനിറ്റ്. അതിനകത്ത് 2 പോയിന്റ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. 5 മിനിറ്റ്. നമുക്ക് ഇത് മനസ്സിലാകാൻ പറയാം. ഒരു അപ്പൻ്റെ ഇളയ മോൻ അല്ലേ? നമുക്കറിയാം, കർത്താവ് പറഞ്ഞ ഉമ്മയ്ക്കകത്ത് ഒരു അപ്പൻ 2 മക്കളുണ്ട്. അതിനകത്ത് ഇളയവൻ, മലയാളികൾ അവൻ്റെ ഒരു പേര് കൊടുത്തു. എന്തുവാ? പെട്ടെന്ന് പറ, 5 മിനിറ്റേ ഉള്ളൂ. എനിക്കൊരു വാക്യം കൂടെ കാണിക്കണം, സഭയോടുള്ള ഒരു ദൂത്. അത് പറഞ്ഞില്ലേ കർത്താവിനോടുള്ള അവിശ്വസ്തയാണ്. സാറേ, ഒരു അപ്പന് 2 മക്കളുണ്ട്. അതിൻ്റെ ഇളയവൻ, അവന് നമ്മൾ മലയാളി കൊടുത്ത പേരനാ മുടിയൻ. അത് മലയാളി അവൻ എന്തെന്ന് വിളിച്ചുള്ളൂ. അതിൻ്റെ കാരണം എന്നാ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോ. സാറേ, മുടിയനെന്ന് നമ്മൾ പേര് കൊടുത്തു. ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഇളയമോൻ, ഈ അപ്പനോട് ഇവൻ പറഞ്ഞു, അപ്പ എനിക്ക് വസ്തു, എന്താ ഈ കൃപയും കരുണയും പറയാനാ? ഈ അപ്പനോട് ഈ ചെറുക്കൻ വന്നിട്ട് പറഞ്ഞു, അപ്പ എനിക്ക് വരേണ്ടുന്ന വസ്തുവിൽ വരേണ്ടുന്ന പങ്ക് തരണം അല്ലേ? അങ്ങനല്ലേ? അപ്പോൾ ഈ അപ്പൻ ആർക്കാ വസ്തു കൊടുത്തേ? പെട്ടെന്ന് പറഞ്ഞാൽ സമയമില്ല. ഇളയമൻ വന്ന് ചോദിച്ചു, അപ്പ എനിക്ക് വസ്തുവിൽ വരേണ്ടുന്ന പങ്ക് തരണം. അപ്പൻ ആർക്കാ വസ്തു കൊടുത്തേ? കേട്ടില്ല. ഇളയവന്. ഒന്ന് വായിച്ച ലൂക്കോസ് 15:11. പെട്ടെന്ന് സ്പീഡി. ലൂക്കോസ് 15:11. ആ ആ
അവൻ കുഞ്ഞെ ഒന്ന് ഉറക്കം വായിക്കും മക്കളെ. അവൻ നിങ്ങളെന്ത് പറഞ്ഞേ? നിങ്ങൾ എന്നാ പറഞ്ഞേ? എനിക്ക് സമയമില്ല. ഇളയവന് കൊടുത്തെന്നല്ലേ? ബൈബിൾ എന്തോ കിടക്കുന്നത്? ടു ഹിം എന്നല്ല, ടു ദം എന്നാ. ചോദിച്ചവന് ചോദിക്കാത്തവന് കൊടുത്തു. എൻ്റെ വിഷയമൊന്നുമല്ല. കാര്യം മനസ്സിലായി. ഇനിയും മേലാൽ ഇളയവന് കൊടുത്തെന്ന് പറയരുത്. രണ്ടുപേർക്കും അപ്പൻ എന്ത് ചെയ്തു? കൊടുത്തു. ഇരിക്കട്ടെ. അപ്പം എന്താ കരുണാകൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെറുക്കനെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് തിരിച്ചു വന്നല്ലേ, ഈ അപ്പനെ തേടി വരുമ്പോൾ അതൊക്കെ വിരിക്കേണ്ട കാര്യമാണ്. വിരിക്കുന്നില്ല, കരുണ പെട്ടെന്ന് പറയാം. ഞാനും ഒരപ്പൻ, അതേ പുറകിരിപ്പുണ്ട് മോന്. എൻ്റെ ആ പരുവത്തിലെ കാണാൻ വീട്ടിൽ വന്ന പാസ്റ്ററൊക്കെ കാര്യം ശരിയാ. നല്ല ചൂരൻ ഞാൻ വയനാട്ടിൽ നിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്. വയസ്സ് ഇത്ര ഉണ്ടായിരുന്നു, ഇപ്പം അടിക്കത്തില്ല, പ്രായം ഇത്ര ആയതുകൊണ്ട്. വയനാട്ടിൽ നിന്ന് വണ്ട് മേടിച്ച 2-3 ഇപ്പോഴും വീട്ടിൽ ഇരിപ്പുണ്ട്. ഒന്ന് സ്വത്രം പറഞ്ഞാട്ട് ഇത് നല്ല പൊട്ടിക്കും അല്ലേ. നമ്മൾ മാതാപിതാക്കളല്ലേ, കുഞ്ഞുങ്ങൾ പറയണ്ട, മാതാപിതാക്കളല്ലേ. ഇതുപോലെ സ്വത്ത് മൊത്തം നഷ്ടപ്പെടുത്തി അല്ലെ തിരിച്ചിതുപോലത്തെ ഒരു വരവ് വന്നാൽ നമ്മൾ എന്നായിരിക്കും? 2 കൊടുത്തേച്ചേ ചോദിക്കത്തുള്ളൂ അല്ലേ. ഈ അപ്പൻ അടിച്ചോ? ഇല്ല. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചതിൻ്റെ പേരാ കരുണ. ആശയം മനസ്സിലാകുന്നുണ്ടോ? കൊടുക്കേണ്ടത് നല്ല ചുട്ട അടി കൊടുക്കേണ്ടതിന് പകരം കെട്ടിപ്പിടിച്ചതിൻ്റെ പേരാ കരുണ. അത് മാത്രം ചെയ്തതാണോ? അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞത്, മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ധരിപ്പിപ്പീൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവീൻ, തടുപ്പിച്ച കാളക്കുട്ടി അവന് വേണ്ടി അർപ്പീൻ, നാം തിന്നുകുടിക്ക് ആനന്ദിക്കണം, അതിൻ്റെ പേരാ കൃപ. ഒന്ന് സ്വത്രം പറഞ്ഞാട്ടെ. അല്ല, കെട്ടിപ്പിടിച്ചത് കരുണയാണെങ്കിൽ അല്ല ചിലതൊക്കെ വെച്ചു കൊടുത്തത് കൃപയാ. എത്ര പേര് ഇന്ന് രാവിലെ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ ഇന്ന് രാവിലെ ഞാൻ കൃപാസനത്തിലാ വന്നത്, എനിക്ക് കരുണയും വേണം, എനിക്ക് കൃപയും വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പറഞ്ഞേ ഒന്ന് കരമുയർത്തി പറ, തമ്പുരാനേ അങ്ങയുടെ കൃപയുടെ ആഴം, ഞങ്ങൾക്ക് ലഭിച്ച കൃപ വ്യർത്ഥമാകരുത്, അങ്ങയുടെ കൃപയുടെ ആഴം. പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രം ഒന്ന് കരമുയർത്തി സ്വതന്ത്രം പറഞ്ഞാട്ടെ. അത് ആഗ്രഹിക്കുന്നവർ കൃപ, ഇന്നൊരു കൃപയുടെ പകർച്ച എനിക്ക് വേണം സ്വതം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഒന്ന് കര ഉയർത്തിക്കാട്ടെ. സ്വതം അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഒരു വിഷയം, സഭയ്ക്ക് വേണ്ടി കർത്താവ് ഏൽപ്പിച്ചൊരു ദൂത്. പെട്ടെന്ന് ആ വാക്യം കൂടെ ഒന്നെടുത്തു, നമ്മളൊന്നിച്ച് ആരാധിക്കാൻ പോകുക. സ്വതം സഹോദരങ്ങളെ, ഒരു പാട്ടി ഒന്ന് ആരാധിക്കാൻ ഒന്ന് സ്റ്റേജിലോട്ട് വന്നാട്ടെ. സ്വതം ഒന്ന് 2 വാക്ക് മാത്രം ശ്രദ്ധിക്കണേ. വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 33-ാം വാക്യം. ഇത് നിങ്ങൾക്ക് വേണ്ടിയല്ല പ്രസംഗിക്കുന്നത്, ഈ ദേശത്തോടാ പറയുന്നത്. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. 13 ലൂക്ക് 10:13-33 വായിച്ചോ. സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. മതി. അത് നിങ്ങളുടെ ശ്രദ്ധിക്കണേ. സ്വർഗരാജ്യം ഇത് സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടിയാ. ഇത് പെട്ടെന്ന് വിരിക്കാൻ പറ്റും. 1/2 മണിക്കൂർ വേണം, 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു നിർത്താൻ പോകുക. സ്വർഗരാജ്യത്തെ കർത്താവ് 10:13 ഉപമിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും പ്രസംഗിച്ചൊക്കെ മാറ്റി വെക്കാതെ നിങ്ങളോടുള്ള ദൂത് ഇത്. പക്ഷേ എനിക്ക് ഈ ആത്മമണ്ഡലത്തിൽ പറഞ്ഞേച്ച് പോകണം. അവിടെ വാക്ക് ശ്രദ്ധിച്ച, സ്വർഗരാജ്യത്തെ ഉപമിച്ചപ്പോൾ അവിടെ പറഞ്ഞ ഒരു സ്ത്രീ പുളിച്ച മാവെടുത്ത് 3 പറ മാവിനകത്തിട്ടു. അങ്ങനല്ലേ വായിച്ചേ? ആന്നു. നിങ്ങളൊന്ന് ഒരു ഭാവന കണ്ടേ, അവസാനം നമുക്കൊന്ന് ആരാധിക്കാൻ. ഈ 3 പറ മാവ് അതിനകത്തോട്ട് അല്പം പുളിച്ച മാവ് എടുത്തിട്ട് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾ പറയൊക്കെ പറയാൻ പോയ സമയം പോകും. ഒരു 5 കിലോ മാവിനകത്തോട്ട് പുളിച്ച മാവ്, ഇത്രയേ ഉള്ളൊരു പുളിച്ച മാവ് ഇട്ടപ്പോൾ ഈ 5 കിലോ മാവ് എന്തുമായിരിക്കും പറഞ്ഞേ? എൻ്റെ പൊന്നെ ഭാഷ മാവ് വല്ലതും പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഭാവനയാണ്. ഇരിക്കട്ടെ, മാവ് പറഞ്ഞെന്നിരിക്കട്ടെ. ഈ മാവ് എന്തുമായിരിക്കും പറഞ്ഞത്? ഈ ഗോതമ്പൊടി എന്തുമായിരിക്കും പറഞ്ഞെന്നിരിക്കട്ടെ. ഗോതമ്പൊടിയോ മൈദയോ എന്തായാലും എന്തുമായിരിക്കും? എടാ ഞങ്ങൾ എത്ര ഉണ്ട്? ഇവിടത്തെ കണക്കനുസരിച്ച് അത് പറയുമ്പോഴാണ് വിടുതൽ സംഭവിക്കുന്നത്. ഞങ്ങൾ 3 പറ. നീ എത്ര ഉണ്ട്? നീ 3 പറയുണ്ടോ? ആണോ? ആൻറ്റിമാർ പറഞ്ഞേ പുളിക്കാനിടുന്നത് ഇത്രയ്ക്കല്ലേ ഉള്ളൂ, ഒരു കഷ്ണം. എടാ കൊച്ചേ, ഞങ്ങൾ 3 പറയുണ്ട്. നീ എത്രയുണ്ട്? നീ അല്പം. നീ ഞങ്ങളുടെ ഇടയിൽ എന്നാ ചെയ്യാനാ? സഭയോടൊരു ദൂത് കൈമാറാൻ കർത്താവിനെ ഏൽപ്പിച്ച. ഞങ്ങൾ എത്ര ഉണ്ട്? ഞാൻ ഇങ്ങനെ പറയാം, ഇന്റർപ്രട്ടേഷൻ. ഈ കഴക്കൂട്ടത്തിൽ ഞങ്ങൾ എത്ര ഉണ്ടെന്ന് അറിയാമോ? ഞങ്ങൾ 3 പറ. നീ എത്രയുണ്ട്? നീ ഇച്ചിരി, അല്പം. ഉടവന സധരാധരാധര ഉടവര വര വല 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 ചില വെല്ലുവിളികളുടെ മേൽ ഇന്ന് രാവിലെ തിരുസഭ ഒന്നിച്ചാത്മാവിൽ അധികാരത്തോടെ, അഭിഷേകത്തോടെ, ബലത്തോടെ
ശ്രദ്ധിക്കേ അവിടെ അല്ല. ഈ മാവിനെ കണ്ടു നോക്കിയാൽ ഈ 3 പറ മാവ് ഇത് ചോദിച്ചപ്പോൾ പുളിച്ച മാവിന് മിണ്ടാനുള്ള ആരോഗ്യമില്ല അല്ലേ? മിണ്ടാല്ല. ആൻറ്റിമാർക്കൊക്കെ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ല, ആൻറ്റിമാർക്കൊക്കെ പെട്ടെന്ന് കാര്യം പിടിയിട്ടു. ഈ അല്പമുള്ള പുളിച്ച മാവിന് മിണ്ടാനുള്ള ആരോഗ്യമില്ലാത്ത പരുവത്തില്ല. ഇവൻ ഉള്ളി പറഞ്ഞു കാണുക, എനിക്കിപ്പം നിന്നോട് സംസാരിക്കാൻ പറ്റുകയില്ല, കാരണം അതിനുള്ള ആരോഗ്യം എനിക്കില്ല. പക്ഷെ നീ ഒരു സത്യവും തത്വവും അറിഞ്ഞോണേ, ഇനി 3 പറയല്ല 3000 പറയ്ക്കകത്ത് ഞാൻ വീണാലും. ശ്രദ്ധിക്കേ, എനിക്ക് നിങ്ങളെ കൊണ്ട് ആരാധിപ്പിക്കണം ആഗ്രഹമുണ്ട്. എനിക്ക് സമയത്തെ പേടിക്കുന്നതുകൊണ്ടാ അവസാനം ആരാധിക്കാം. ഇനി 3 അല്ല, നിങ്ങൾ 3000 ഉണ്ടെങ്കിലും ഈ 3000-ത്തിനകത്തും പുളിച്ച മാവായ ഞാൻ വീണാൽ എൻ്റെ പുളിപ്പ് പോവുകയല്ല. ആശയം മനസ്സിലായോ? എൻ്റെ പുളിപ്പ് ഇനി എന്ത് ചെയ്യത്തില്ല. ഞാൻ പുളിച്ചോ, ഞാൻ ഇനി പുളിച്ച തന്നെയാ. പക്ഷെ എനിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എനിക്കൊരു ടൈമുണ്ട്. ആ ടൈം ആകുമ്പോ എൻ്റെ പുളിപ്പ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായില്ല? അല്ല, ഇനി 3 പറയല്ല, നീ 30,000 പറയുണ്ടെങ്കിലും എൻ്റെ പുളിപ്പൊട്ട് പോകത്തുമില്ല. ഞാൻ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അല്ല, ഒരു ടൈം ആകുമ്പോഴുണ്ടല്ലോ ഇത് മൊത്തത്തെ ഞാൻ പുളിപ്പിച്ചിരിക്കും. എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും? ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. നീ നിൽക്കുന്ന ഘട്ടത്തിൽ നിന്ന് നീ ദേശത്തെ പുളിപ്പിക്കാൻ പോകുക. നിന്റെ അഭിഷേകം ഒരു പൗലോസ് എഫെസോസിൽ ചെന്നപ്പോ അവന്റെ മേലുള്ള അഭിഷേകം പട്ടണത്തെ പിടിച്ചടക്കിയെങ്കിൽ ഇന്ന് ദൈവാത്മാവ് ഇടപെടുക. കലക്കൂട്ടൻ ദേശം ക്രൈസ്റ്റിന്റെ മേൽ അറിയപ്പെടത്തക്കവണ്ണം ഒരു അസാധാരണമായ അഭിഷേകം ആത്മമണ്ഡലത്തിൽ സംഭവിക്കട്ടെ.